शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। कहाँ से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। से प्यारे परमात्मा को प्यारे, दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। शांति की शक्ति से शांति जग में लानी है। शांति की शक्ति से शांति जग में लानी है। शांत मन हो तन हो शीतल, शांत मन हो तन हो शीतल। ऐसी दुनिया बनानी है। शांति की शक्ति से शांति जग में लानी है। शांति की शक्ति से। ഓം ശാന്തി. 1/1/2021 ബാബ് ദാദ മധുബൻ പ്രഭാതമുരളി. ഇന്ന് ബാബയുടെ മഹാവാക്യമാണ്, മീഠേ ബച്ചേ
तुम्हें पावन दुनिया में चलना है, इसीलिए काम महाशत्रु पर जीत पानी है, काम जीत जगत जीत बनना है. ബാബ പറയുകയാണ്, മധുരമായ മക്കളെ, നിങ്ങൾക്കിപ്പോൾ പാവനമായ ലോകത്തിലേക്ക് പോകണം. അതുകൊണ്ട് കാമമാകുന്ന മഹാശത്രുവിൻ്റെ മേൽ വിജയം നേടൂ. കാമജീത്തും ജഗജ്ജീത്തുമായിട്ട് മാറണം. ചോദ്യം: हर एक अपनी एक्टिविटी से कौन सा साक्षात्कार सबको करा सकते हैं? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയിലൂടെ ഏതൊരു സാക്ഷാത്കാരമാണ് ചെയ്യിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസിലൂടെ എന്ത് സാക്ഷാത്കാരം മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുവാൻ സാധിക്കും? ഉത്തരം: മേ ഹൻസ് യാ ബഗുൽ ഹും. ഞാൻ ഹംസമാണോ അതോ കൊക്കാണോ? ഇത് രണ്ടിൻ്റെയും സംസ്കാരം വ്യത്യസ്തമാണ്. കൊക്കിൻ്റെ സംസ്കാരം വേറെയാണ്, ഹംസത്തിൻ്റെ സംസ്കാരം വേറെയാണ്. രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. हर एक अपनी एक्टिविटी से सबको साक्षात्कार सकते हैं. ഇപ്പോൾ കൊക്കാണോ അരയന്നമാണോ എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കും. क्योंकि हंस कभी किसी को दुख नहीं देंगे. കാരണം ഹംസം ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കില്ല. ബഗുള ദുഃഖ ദേത്തെ. എന്നാൽ കൊക്ക് ദുഃഖം കൊടുക്കും, കാരണം അത് വികാരിയാണ് എന്ന് ബാബ അർത്ഥമാക്കുന്നത്. നിർവികാരിയായിട്ടുള്ള മനുഷ്യനെ അരയന്നത്തോടും വികാരിയായ മനുഷ്യനെ കൊക്കിനോടും ഉപമിക്കുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ എന്താണ് ബകാസുരനെ കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അസുരനുണ്ടോ? ആക്ച്വലി ബക്കാസുര വെച്ചാൽ ബഗുള. വലിയൊരു പക്ഷി വന്നിട്ട്, നല്ല നീണ്ട ചുണ്ടൊക്കെ ഒരു പക്ഷിയാണ്. അതിനെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ചുണ്ടുകൾ പറിച്ച് കീറി കളിക്കാൻ. അത് കൊക്ക് കൊണ്ടത് കൊത്തി കൊത്തി ദുഃഖം കൊടുക്കും. അതുകൊണ്ട് ഏതൊന്നുകൊണ്ടാണോ ദുഃഖം കൊടുത്തത് ആ ചുണ്ട് തന്നെ ഒടിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പോൾ അകാസുരൻ ബകാസുരൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഭാഗത്ത് നിന്നും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്ന തരത്തിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ്. അല്ലാതെ അങ്ങനെയുള്ള ആളുകൾ ആരും ജീവിച്ചിരുന്നിട്ടില്ല. അസുരൻ എന്നാൽ തന്നെ ആ വാക്കിൻ്റെ അർത്ഥം മനോവികാരം എന്നാണ്. അപ്പോൾ കൊക്ക് സുഖം നൽകുന്നില്ല, ദുഃഖം കൊടുക്കുന്നു. എന്നാൽ ഹംസം എല്ലാവർക്കും സുഖം കൊടുക്കുന്നു, ആർക്കും ദുഃഖം കൊടുക്കില്ല. അപ്പോൾ ഹംസം നിർവികാരിയും കൊക്ക് വികാരിയുമാണ്. തും ബച്ചെ അഭി ബഗുളേസെ ഹംസ് ബനെഹോ. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? കൊക്കിൽ നിന്നും അരയന്നമായിട്ട് മാറണം. അതായത് ദുഃഖം കൊടുക്കുന്ന സംസ്കാരത്തിൽ നിന്നും സുഖം കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് വരണം. ആ ഒരു പരിവർത്തനം ഉണ്ടാകണം. തും പാരസ്ബുദ്ധി बनने वाले बच्चों का कर्तव्य है सबको പാരസ്ബുദ്ധി बनाना है. ഇപ്പം പവിഴബുദ്ധിയായി മാറുന്ന കുട്ടികളായ നിങ്ങളുടെ കർത്തവ്യമാണ് എല്ലാവരെയും പവിഴബുദ്ധിയാക്കി മാറ്റുക. അല്ലേ? നമ്മളൊരു ഫിലോസഫർ സ്റ്റോൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന കല്ല്. വാസ്തവത്തിൽ അങ്ങനെ കല്ലുണ്ടോ? അതില്ല. പകരം പവിഴബുദ്ധി ആരെ സ്പർശിക്കുന്നോ അവരും പവിഴമായി മാറും. അപ്പോൾ നിങ്ങൾ കുട്ടികളിപ്പോൾ പവിഴബുദ്ധിയാകുന്നവരാണ്.
അങ്ങനെയുള്ള കുട്ടികളുടെ കർത്തവ്യം എന്താണ്? നിങ്ങൾ ആരെ സ്പർശിക്കുന്നോ, നിങ്ങളുടെ ബുദ്ധി ആരുടെ ബുദ്ധിയെ ടച്ച് ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സ് ആരുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്നു, അവരുടെ മനസ്സും അതുപോലെയായി മാറണം. കല്ലിനെ സ്പർശിച്ചാൽ കല്ലും പവിഴമായി മാറും. ഇരുമ്പിനെ സ്പർശിച്ചാൽ ഇരുമ്പ് സ്വർണമായി തീരും. ഒരു മിഡാസ് രാജാവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മിഡാസ്, എന്താ മിഡാസ് വെച്ചാൽ മധുരത. നമ്മൾ മധുരതയുടെ രാജാക്കന്മാരാകണം. എത്രത്തോളം മധുരതയോടുകൂടി നമ്മൾ എത്ര കൈപ്പുള്ള സംസ്കാരമുള്ള വ്യക്തി ഇടപെട്ടാലും നമ്മുടെ മധുരതരമായ സംസ്കാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ അവരിലും ആ മധുരത ഉണ്ടാകുന്നു. പറയാൽ പുലിയെപ്പോലെ വരുന്നവൻ എലിയെപ്പോലെ പോകണം. ഇങ്ങോട്ട് അവർ വരുന്നത് ഏത് മനോഭാവത്തിലാണോ തിരിച്ചു പോകുന്നത് അങ്ങനെ ആവരുത്. കല്ലായി വന്നു പവിഴമായി പോയി, മുള്ളായി വന്നു പുഷ്പമായി പോയി. ആ തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഈ വാക്കിൻ്റെ സാരാംശം. എന്താണ്? തും പാരസ് ബുദ്ധി ബെന്നെ വാലെ ബച്ചോങ്ക കർത്തവ്യഹേ സബ്കോ പാരസ് ബുദ്ധി ബനാന. അപ്പോൾ പവിഴബുദ്ധിയായി മാറുന്ന കുട്ടികളായ നിങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെയും പവിഴമാക്കി മാറ്റണം. ओम शांति। जब ओम शांति कहा जाता है तो अपना स्वधर्म याद पड़ता है. എപ്പോഴാണോ നമ്മൾ ഓം ശാന്തി എന്ന് പറയുന്നത്, ആ പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വധർമ്മത്തിൻ്റെ ഓർമ്മയുണ്ടാകണം. രണ്ടാമത് ഖർക്കിഫി യാദാത്തി, നമ്മുടെ വീട് ഏതാണ്, ആ വീടിൻ്റെ ഓർമ്മയും വരണം. പരന്തു ഖർമേം ബൈത്തോനഹീൻ ജാനായ, പക്ഷെ എന്നാലും ആ വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല. വെച്ചേ ബാപ് കേഹത്തോ ജരൂർ, എല്ലാ മക്കളും അച്ഛൻ്റേതാണ്, എല്ലാവരും അച്ഛൻ്റെ മക്കൾ തന്നെയാണ്. അപ്പനാ സ്വർഗ്ഗി യാദ് കർണപ്പടേ, തൻ്റെ വീടിനെയും ഓർമ്മിക്കണം. അവർ അതോടൊപ്പം നിങ്ങളുടെ സ്വർഗത്തിൻ്റെയും ഓർമ്മ വരണം. ഇന്ന് ബാബ പറയുന്നത് ഓം ശാന്തി എന്ന വാക്കുച്ചരിക്കുമ്പോൾ 3 സ്മൃതികൾ ആണ് ഉണ്ടാവേണ്ടത്. 1 സ്വധർമ്മം, 2 സ്വധാമം, അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം രാജധാനി, അതായത് സ്വർഗത്തിൻ്റെ ഓർമ്മ. तो ओम शांति कहने से एक सारा बुद्धि में आ जाता है. അതുകൊണ്ട് ഓം ശാന്തി എന്നൊരു മന്ത്രം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിലൂടെ ഇത്രയും സ്മൃതികളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ഇത്രയും കാര്യങ്ങളുടെ ഓർമ്മ നമുക്ക്, ആ ചിന്തയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്മൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്ത വരണമെന്നല്ല, ആ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള സ്മൃതി വരണമെന്നാണ് പറയുന്നത്. അപ്പം സ്മൃതിയും ചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വർക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ മുള്ളിലെ ഒരു ഹോംവർക്ക് അതാണ്, ചിന്തയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം. ബാബ പറയുന്നത് तो ओम शांति कहने से एक सारा ज्ञान ബുദ്ധി മേ ആ ജാതാ ഹൈ. ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിലേക്ക് വരണം. മേ ആത്മാ ശാന്തസ്വരൂപോ, ആത്മാവായി ഞാൻ ശാന്തസ്വരൂപമാണ്. ശാന്തിക്കെ സാഗർ ബാപ്കാ ബച്ചാഹും, ശാന്തിയുടെ സാഗരനായ അച്ഛൻ്റെ കുട്ടിയാണ്. ജോ ബാബ് സ്വർഗ സ്ഥാപൻ കർത്തേ ഹേ वह बाप की ही हम പവിത്ര ശാന്ത സ്വരൂപ് ബനാത്തെ ഹി. ഏത് ബാബയാണോ ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്, ആ ബാബ തന്നെയാണ് ഇപ്പോൾ നമ്മളെ പവിത്രവും ശാന്തസ്വരൂപവും ആക്കി മാറ്റുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം പവിത്രതയുടേതാണ്. ലോകത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ലോകം തന്നെയാണ് പവിത്രമാകുന്നതും അപവിത്രമാകുന്നതും. അപ്പോൾ പവിത്രമായ ലോകത്തിലേക്ക് ചെന്നാലുള്ള വിഷയം എന്താണ്? അവിടെ വികാരികളായിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ അപവിത്ര ലോകത്തിലാണെങ്കിലോ പഞ്ചവികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അപവിത്രമായ ലോകത്തെ വികാരി ലോകം എന്ന് പറയുന്നത്. എന്നാൽ അപവിത്ര ആത്മാക്കൾ ഇല്ലാത്ത ലോകത്തെ എന്ത് വിളിക്കുമ്പോൾ? ജസ്റ്റ് ഓപ്പോസിറ്റ്, നിർവികാരി ലോകം. അപ്പം അങ്ങനെയുള്ള നിർവികാരി ലോകത്തിൽ നിന്നാണ് പടികൾ ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ താഴെയുള്ള വികാരി ലോകത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.
അതുകൊണ്ട് അത് പാവന ലോകമാണ്, ഇത് മേളിൽ പാവന ലോകമാണ്, ഇത് താഴെ പതീത ലോകമാണ്. അത് പകലാണ്, ഇത് ദുഃഖമാണ്. അത് പകലാണ്, സുഖത്തിൻ്റെ ലോകമാണ്. എന്നാൽ ഇവിടെയോ അലച്ചിലിൻ്റെ രാത്രിയാണ്. തും രാത്മേം കോയി ഫടക്താ നഹി. പറയാൻ എന്താണ് ഭക്തി മാർഗം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അലച്ചിലുകളുടേതാണ്. എവിടെയെല്ലാം യാത്ര ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ബിസിയോട് ബിസി. ബാബാണ് ഫടക്നെ കി മാർഗ്. तो ഭക്തി को ഭടക്ന കഹാ ജാതാ ഹൈ. അത് പകലിനെ നമ്മൾ അലച്ചിൽ ലോകം എന്നല്ല പറയുക, പിന്നെയോ റെസ്റ്റിൻ്റെ ലോകമാണ്. ഒരലച്ചിലുമില്ലാതെ ഒരു സ്ഥലത്തിരുന്നാൽ മീൻസ് മൈൻഡ് ആ ലെവലിലാണ്, റെസ്റ്റിംഗ് സ്റ്റേജാണ്. എന്നാൽ ഭക്തി അലച്ചിലിൻ്റെതാണ്. എന്തെല്ലാം കർമ്മകാണ്ഡങ്ങൾ അനുഷ്ഠിക്കണം, എന്തിനെല്ലാം പഠിക്കണം, എന്തൊക്കെ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ബാബയുടെ അലച്ചിലെന്ന് പറഞ്ഞിരിക്കുന്നത്. തും ബച്ചേ അഭ്യകാം ആയിഹോ സത്ഗതി പാനക്കേലി. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സദ്ഗതി നേടുവാൻ വേണ്ടിയിട്ടാണ്. ബാബ പറയുന്നു, നിങ്ങളുടെ ആത്മാവിൽ എല്ലാ പാപങ്ങളും ഉണ്ടായിരുന്നു, പഞ്ചവികാരങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് കാമവികാരമാണ്. ഈ വികാരത്തിലൂടെയാണ് മനുഷ്യൻ പാപാത്മാവായിട്ട് മാറുന്നത്. ഇതെല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മൾ പതീതരാണ്, പാപാത്മാവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ആപ് സർവഗുണ സമ്പൻ ഹോ, അങ്ങ് സർവഗുണ സമ്പന്നനാണ്, സർവശക്തിവാൻ ഹോ, സർവശക്തിവാൻ ഹം നീജഭാവി ഹൂം, അല്ലേ? ഞാൻ നീജഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവതകളുടെയും ദൈവത്തിൻ്റെയും മഹിമ നമ്മൾ പാടുന്നുണ്ടല്ലോ. അപ്പം അതെല്ലാവർക്കും അറിയാം, ഞാൻ നീചനാണ്, പാപിയാണ്, പാപാത്മാവാണെന്നൊക്കെ സ്വയം പറയും. काम विकार के कारण सब क्वाളിഫിക്കേഷൻ बिगड़പ്പെടുത്തി. അപ്പോൾ ആത്മാവിന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വികാരത്തിൻ്റെ പുറകെ പോയപ്പോൾ, കാമവികാരത്തിലേക്ക് പോയപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷൻസും തലതിരിഞ്ഞതായി മാറി. इसलिए बाबा कहते हैं काम जीत तो तुम जगत जीत अर्थात नए विश्व के मालिक बनेंगे. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് ബാബ പറയുന്നത്, നിങ്ങൾ കാമത്തെ ജയിക്കൂ, അതിലൂടെ ജഗത്തിനെ ജയിക്കൂ. അതായത് പുതിയ വിശ്വത്തിൻ്റെ അധികാരിയായി തീരും. തോ അന്തർമേ ഇത്തനെ ഖുഷി രഖ്നി ചാഹിയെ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം. മനുഷ്യരെല്ലാവരും ഇന്ന് പതീതരായി തീർന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഡൾ ഹെഡഡ് എന്നാണ് പറയുക, ഡൾ ബുദ്ധി. അതുകൊണ്ട് എന്താണ്, കേൾക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഭാവന കുച്ച്വി സമസ്തനഹി, ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, കാരണം ബുദ്ധി ഭ്രഷ്ടമായിരിക്കുകയാണ്. तो बाप समझाते हैं. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരികയാണ്, ഒരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല. എടുത്തു പറയുന്നു മുഖ്യഹേ കാം വികാർ. എടുത്തു പറയേണ്ടത് കാമവികാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ലോകത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട് വീടാന്തരം എത്രമാത്രം അശാന്തി, അയ്യോ അയ്യോ നിലവിളികൾ. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഹാഹാകാർ, നിലവിളികൾ കേൾക്കുന്നത്? കാരണം എല്ലാവരും പാപാത്മാക്കളായി. വികാരങ്ങളുടെ കാരണത്താൽ അസുരന്മാരെന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ സമയത്ത് ലോകത്തിൽ കൊയ് ഭി കാം കി ചീസ് നഹി ഹൈ. ഈ ലോകത്തിൽ ഏതെങ്കിലും വസ്തു ഉണ്ടോ നല്ലതെന്ന് പറയാൻ? എല്ലാത്തിലും അതിൻ്റേതാകുന്ന അഡൾട്ടറേഷൻ സംഭവിച്ചു കഴിഞ്ഞു, ഓൾട്ടറേഷൻ വരുത്തിക്കഴിഞ്ഞു. ബംബോർ ആഗ് ലഗ്നി ഹൈ. ഇന്ന് പുറമെ കാണുന്ന എന്തൊക്കെയുണ്ട് അതെല്ലാം കത്തിയമരും, നാമാവശേഷമാകും. ജോ കുച്ച് ഇൻ ആംഗോം സെ ദേഖാ ജാത്താ ഹൈ. ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ടോ, സബ്കോ ആഗ് ലഗേഗി, അതിനെല്ലാത്തിനും തീ പിടിക്കും, അന്ത്യമുണ്ടാകും. എന്നാൽ
ആത്മാക്കത്തോ ആകിലെത്തി നഹി. എല്ലാം ഹോളികയിൽ കത്തി അമരുമ്പോഴും സാധനങ്ങളെല്ലാം ഹോളികയിൽ ഹോളിയാകും. കത്തി അമരുമ്പോൾ ആത്മാവ് ഹോളിയാവും, പവിത്രമാവും. അത് കത്തില്ല. അപ്പൊ വിനാശിയായ സാധനങ്ങളെല്ലാം കത്തി അമരുമ്പോൾ അവിനാശിയായ ആത്മാവ് മാത്രം അവശേഷിക്കും. ആത്മാ तो सदैव जैसे ഇൻഷുർ ഹേ സദൈവ് ജീത്തി രക്തി ഹേ. ഇതേതാണ്ട് ഇൻഷുറൻസ് എടുത്തതുപോലെയാണ്. എന്താണ്? ആജീവനകാലത്തെ ഇൻഷുറൻസ് എടുത്ത അവസ്ഥയാണ് ആത്മാവിൻ്റേത്. എന്തൊക്കെ സംഭവിച്ചാലും വേറെ എന്തെല്ലാം പോയാലും ആത്മാവ് മാത്രം നശിക്കില്ല. ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി കിട്ടില്ലേ? അതേപോലെയാണ് ആത്മാവിൻ്റെ അവസ്ഥ. എത്ര കത്തിച്ചാലും അത് കത്തില്ല. എന്തുകൊണ്ട്? ആത്മാ ഫയർ പ്രൂഫ് ആണ്, തീ പിടിക്കാത്തൊരു വസ്തുവാണ്. നൈനം ദഗതി പാവക. അഗ്നി കൊണ്ട് അതിനെ ഒരിക്കലും ജ്വലിപ്പിക്കാൻ കഴിയില്ല. ആത്മാക്കത്തോ കപ്പി ഇൻഷുർ കരാത്തെ ഹിക്ക. നമ്മൾ സ്ഥൂലമായിട്ട് നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതെന്തിനാ? കൈക്കെടുക്കാം, കാലിനെടുക്കാം, കണ്ണിനെടുക്കാം, നമ്മുടെ ഹെൽത്തിനെടുക്കാം, വാഹനങ്ങൾക്ക് എടുക്കാം, വീടിനെടുക്കാം, എല്ലാത്തിനും എടുക്കാം. പക്ഷെ ആരെങ്കിലും ആത്മാവിന് ഇൻഷുറൻസ് എടുക്കാറുണ്ടോ? എടുക്കാൻ പറ്റുമോ? ശരീർ കോ ഇൻഷുർ കറായ ജാത്താ ഹൈ. ഇവിടെ പലപ്പോഴും നമ്മൾ ശരീരത്തിനാണ് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി ഇൻഷുർ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും ഗ്യാരണ്ടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരിക. ഇവൻ കണ്ണിന് ഗ്യാരണ്ടി ഇല്ല, അപ്പം കണ്ണ് ഇൻഷുറൻസ് എടുക്കണം. വണ്ടിക്ക് ഗ്യാരണ്ടി ഇല്ല, ഇൻഷുറൻസ് എടുക്കണം. ദേഹത്തിനും ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം. എന്നാൽ ആത്മാവിന് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഉണ്ട്. എന്താ? വെള്ളത്തിലിട്ടാൽ അലിയില്ല, മുറിച്ചാൽ മുറിയില്ല, കത്തിച്ചാൽ കത്തില്ല, എങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കിയാലും നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കില്ല എന്നൊരു ഗ്യാരണ്ടി ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഇന്നേവരെ ആരും എൻ്റെ ആത്മാവിന് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ആരും എടുക്കുകയില്ല. അതുകൊണ്ട് ബാബ പറയുന്നു, ആത്മാ അവിനാശി. ബച്ചോങ്കോത്തോ സംചായ ഗയാ ഖേൽ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, മക്കളെ ഇതൊരു കളിയാണ്. ആത്മാ തോ ഊപ്പർ രഹ്നെ വാലി പഞ്ചതത്വം സെ ബിൽക്കുൽ അലഗ് ഹെ. ഈ പഞ്ചതത്വങ്ങളിൽ നിന്നെല്ലാം തികച്ചും വേറിട്ട് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, മുകളിലിരിക്കുന്ന ഒന്നാണ് ആത്മാ. പഞ്ചതത്വം സെ സാരി ദുനിയാക്കി സാമഗ്രി ബൻതി ഹെ. ഇന്ന് ലോകത്തിലെ ഏത് സാധനം നോക്കിക്കോളൂ, അതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പഞ്ചതത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമായ സാധനം, ഈ ശരീരം ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തും തത്വങ്ങളുടെ സംഭാവനയാണ്. എന്നാൽ തത്വങ്ങൾ കൊണ്ട് ആത്മാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ആത്മാത്വ നഹീം ബന്ധിഹെ. അപ്പം ആത്മാവ് ഒരു തത്വമല്ല, പിന്നെയോ തത്വത്തിനും അപ്പുറത്തിരിക്കുന്നതാണ്. അതാണ് മഹത്തത്വത്തിലിരിക്കുന്ന സാധനമാണ് ആത്മാ. തത്വത്തിനും അപ്പുറത്തുള്ളത് മഹത്തത്വം. അതിലിരിക്കുന്ന ആത്മാവ് എത്ര തത്വത്തിനുപരിയാണ്, എത്ര മഹത്തരമാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ തത്വം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ഉണ്ടാക്കപ്പെട്ടതല്ല, അത് എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ടാക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല, കാരണം അപ്പോൾ ചോദ്യം വരും, എന്നുണ്ടാക്കി, ആരുണ്ടാക്കി. അതുകൊണ്ട് ബാബാവിന് സദൈവേഹേ, അത് എപ്പോഴും ഉള്ളത് തന്നെയാണ്, എന്നെന്നും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കപ്പെട്ടതല്ലാത്തത് കൊണ്ട് നശിക്കാനും പാടില്ല. അതാണ് ആത്മാവിൻ്റെ എറ്റേണിറ്റി, അനശ്വരത. സ്ഥിര പാപാത്മാ പുണ്യാത്മാ ബന്ധിഹി. ആത്മാവിനെ തത്വം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല, ആത്മാവ് ഉണ്ടായതുമല്ല. പിന്നെ ആത്മാവ് ആയിത്തീരും. എങ്ങനെ? ചിലപ്പോൾ പാപാത്മാവാകും, ചിലപ്പോൾ പുണ്യാത്മാവാകും. ആത്മാ പർഹി നാം പഠിത്തായി. ഇപ്പം പാപം, പുണ്യം, ശ്രേഷ്ഠ, മഹാദുരാ, മഹാദേവ, ദേവാത്മാ, മഹാത്മാ, പുണ്യാത്മാ, ദുരാത്മാ, ഭ്രഷ്ടാത്മാ, ഈ വാക്കുകളെല്ലാം ആത്മാവിനോട് ചേർത്ത് നമ്മൾ പറയുന്നു, ഒരു വിശേഷണമായിട്ട് പറയുന്നു. പുണ്യ ആത്മാ, പാപ ആത്മാ, അല്ല, ആത്മാവിൻ്റെ കൂടെയാണ് ഈ വാക്കുകൾ ചേർത്തത്. അപ്പം പഞ്ചവികാരങ്ങളിലേക്ക് പോയപ്പോൾ നോക്കൂ, ആത്മാവ് എത്ര മലിനസമായി, എത്ര മലിനമായി. ഗന്ധേ ബൻ ജാത്തേ, അബാബ് ആയേ ഹേ പാപം സെ ചുടാനേ. അങ്ങനെയുള്ള ആത്മാക്കളെയെല്ലാം പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. വികാർ ഹി സാരാ ക്യാരക്ടർ ബിഗാഡ്തേ ഹേ. ഈ വികാരങ്ങൾ തന്നെയാണ് നമ്മുടെ എല്ലാ ക്യാരക്ടറിനെയും, സത് സ്വഭാവങ്ങളെല്ലാം നശിപ്പിക്കുന്നത്. ക്യാരക്ടർ കിസ്കോ കഹാ ജാത്താ ഹൈ. എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, എന്താണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? രണ്ടും ഒന്നാണോ? എബി സമസ്തിനായി. ഇതും ആരും മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ മുള്ളിലെ അടുത്ത ഒരു ഹോംവർക്ക്,
വിചാരസാഗര മഥനത്തിലുള്ള ഒരു ടോപ്പിക്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ നമ്മൾ ചേർത്താണ് എപ്പോഴും പറയാറുള്ളത്. ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ, ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ എന്ന് പറയാറില്ല. ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ, പകലെ ക്യാരക്ടർ പീछे ബിഹേവിയർ आता है. അപ്പം എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അതുപോലും മനസ്സിലാകുന്നില്ല. സമയത്തിനായി ഏകെ ഒഞ്ചത്തെ ഒഞ്ച് റുഹാനി ഗവൺമെൻറ്. ബാബ പറയുകയാണ്, ഇത് വളരെ ഉയർന്നതിലും ഉയർന്ന ഒരു ആത്മീക സർക്കാരാണ്, ഗവൺമെൻറ്റാണ്. പാണ്ഡവ് ഗവൺമെൻറ് നാ തുംകോ ഈശ്വര ഗവൺമെൻറ് കർ സക്തേ. ഇവിടെ പാണ്ഡവ ഗവൺമെൻറ് എന്നല്ല പറയുന്നത്, പിന്നെയോ ഈശ്വരീയ ഗവൺമെൻറ് എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടത്. തും സമസ്തേ ഹോ ഹം ഈശ്വരീയ ഗവൺമെൻറ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈശ്വരീയ ഗവൺമെൻറ്റാണ്. ഈശ്വരീയ ഗവൺമെൻറ് ക്യാ കർത്തി ഹെ? അപ്പം ഏതൊരു ഗവൺമെൻറ്റും ഗവേൺ ചെയ്യണം. ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ് നമുക്കറിയാം. അതേപോലെ ഈശ്വരീയ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ആത്മാവോ പവിത്ര ബനാക്കർ ദേവതാ ബനാത്തി ഹെ. ഈശ്വരീയ ഗവൺമെൻറ് ചെയ്യുന്നത് ഇതാണ്, ആത്മാക്കളെയെല്ലാം എന്താക്കി മാറ്റുന്നു? പവിത്രമാക്കി തീർത്ത ശേഷം അവരെ ദേവതയാക്കുന്നു. അങ്ങനെ ഒരാൾ ദേവതയാക്കുന്നില്ല എങ്കിൽ പിന്നെ ദേവതകളൊക്കെ എവിടുന്നാ വരിക? അവർക്കൊരു ഒറിജിൻ വേണ്ടേ? ഇവർക്കെല്ലാം ഒരു തുടക്കം വേണ്ടേ? എവിടുന്നാണ് ഇത് വരിക? കൊയ് യഹ്നഹിൻ ജാൻതേ. ഈ പറഞ്ഞ കാര്യവും ആരും ചിന്തിക്കുന്നില്ല, മീൻസ് മനസ്സിലാക്കുന്നില്ല. തോ യഹ്ബി മനുഷ്യ പരന്തു ദേവത കൈസേ. വാസ്തവത്തിൽ ദേവതകളും മനുഷ്യർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അവരെങ്ങനെയാണ് അങ്ങനെ ആയത്? യഹ്ബി മനുഷ്യ, ഈ ദേവതകളെ നമ്മൾ കാണിക്കുന്നത് മനുഷ്യരൂപത്തിലല്ലേ? അതിൻ്റെ അർത്ഥം അവർ മനുഷ്യർ തന്നെയാണ്. പക്ഷെ ചോദ്യം, പരന്തു ദേവത കൈസേ കിസ്നെ ബനായ, അവരെങ്ങനെയാണ് ദേവതയായിത്തീരുന്നിരുന്നത്? അവരെ ആരാണ് അങ്ങനെയാക്കിയത്? ദേവതായന്തോ ഹോത്തെ ഹി ഹേ സ്വർഗമേ. അപ്പം ദേവതകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. തോ ഉനോങ്കോ സ്വർഗവാസി കിസ്നെ ബനായ. അങ്ങനെ ദേവതകൾ സ്വർഗത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, മീൻസ് ദേവലോകത്തിൽ ജീവിച്ചതെങ്കിൽ അവരെ ആ ലോകത്ത് എത്തിച്ചതാരാ? അവർക്ക് ജന്മം കൊടുത്തതാരാ? സ്വർഗവാസിയാക്കിയതാരാ? അപ്പോൾ സ്വർഗവാസി ഫിർ ജറൂർ നരകവാസി ബൻതേഹി. ആ സ്വർഗവാസികൾ പിന്നീട് തീർച്ചയായിട്ടും നരകവാസികളായി മാറും. അത് കാലനിയമമാണ്. വീണ്ടും അവർ സ്വർഗവാസിയായിട്ട് മാറും. ഇതുപോലെ പകല് രാത്രിയിലേക്ക് വഴിമാറുന്നു, അത് കഴിയുമ്പോൾ രാത്രി വീണ്ടും പകലാവും. ഇതൊരു ചക്രമാണ്, സൈക്കിളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല, പിന്നെ ഇതെങ്ങനെ അറിയും? നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച്. എന്നാൽ ഇത് അറിയണ്ടേ? എങ്ങനെ അറിയും? ആര് പറഞ്ഞു തരും? അപ്പോൾ ആരെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടേ? അബ് തും സമസ്തേ ഹോ കി ഡ്രാമ ബനാ ഹുവാ ഹെ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ നാടകം ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ നാടകത്തിൽ ഇത്രമാത്രം ആക്ടേഴ്സ് അല്ലെങ്കിൽ നടന്മാരുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, പഠിപ്പും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അതേസമയം പവിത്രവുമാകണം, തീർച്ചയായിട്ടുമാണ്. സ്കൂളിൽ പോയി കുട്ടികൾ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ക്യാരക്ടറും പഠിക്കണം. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച്, സമ്പ്രദായം അനുസരിച്ച് വിദ്യാലയത്തിൽ നിന്നാണ് ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഏത് സർട്ടിഫിക്കറ്റ്? 3 സർട്ടിഫിക്കറ്റ്. അതിൽ ഒന്ന് മെറിറ്റ്, രണ്ടാമത് ക്യാരക്ടർ, മൂന്നാമത്തെ ട്രാൻസ്ഫർ. ഈ 3 സർട്ടിഫിക്കറ്റും നൽകുവാനുള്ള അതോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണുള്ളത്. അവൻ എത്രത്തോളം ഏത് വിഷയത്തിൽ മെറിറ്റായിട്ടുണ്ട്, കഴിവുകളുണ്ട്, എന്തെല്ലാം വിഷയങ്ങളിൽ കഴിവുണ്ട്, ഏത് ഗ്രേഡിൽ പാസ്സായി, എത്ര മാർക്ക് കരസ്ഥമാക്കി, നെക്സ്റ്റ് കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും. പ്രോഗ്രസ് റിപ്പോർട്ട്, മെറിറ്റ് സർട്ടിഫിക്കറ്റ്. അതിൽ പാസ് എന്നോ ഫസ്റ്റ് ക്ലാസ് എന്നോ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
ഇനി രണ്ടാമത്തേത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഈ വ്യക്തി ക്ലാസ്സിലും നല്ല ബിഹേവിയർ, അധ്യാപകരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, സുഹൃത്തുക്കളോട് സഹപാഠികളോട് നന്നായിട്ട് ഇടപഴകുന്നു, പറയുന്ന കാര്യങ്ങൾ ഹോംവർക്കെല്ലാം ആക്യുറേറ്റ് അപ് ടു ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെടാൻ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇസ് ക്യാരക്ടർ ഈസ് ഗുഡ് എന്നൊരു സർട്ടിഫിക്കറ്റ്, ഗുഡ്നെസ് സർട്ടിഫിക്കറ്റ് അതിലൊരു ഒപ്പമുണ്ടായിരിക്കും. മൂന്നാമത് ഈ സ്കൂളിൽ നിന്നും ഈ കുട്ടിക്ക് ഇനി അവനിഷ്ടമുള്ള ഏതൊരു ഹയർ സ്റ്റഡീസും തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾ ഇവനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുട്ടിക്ക് ഞാൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ TC ഇല്ലാതെ വേറെ എവിടെ ചെന്നാലും ഒരു വിദ്യാലയത്തിലും ആരും ആ കുട്ടി എടുക്കില്ല. അപ്പോൾ ഇവിടുന്ന് അധികാരി പറയണം ഹീസ് ഓക്കെ, ഇവൻ എന്തുകൊണ്ടും നിങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കാൻ യോഗ്യനാണെന്ന് പ്രീവിയസിൽ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരി സാക്ഷ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് പാവ പറയുന്നത് പവിത്ര ഭി ജറൂർ ബൻനാ ഹൈ. പഠിച്ചാൽ മാത്രം പോരാ. പഠായി തോ ബുദ്ധി മേൻ ചാഹിയേ നാ, വേണ്ടേ? പഠിപ്പ് ബുദ്ധിയിൽ വേണ്ടേ? മെറിറ്റ് വേണം, മാത്രം പോരാ, ക്യാരക്ടറും വേണം. എന്താണ് ക്യാരക്ടർ? പവിത്ര ഭി ജറൂർ ബൻനാ ഹൈ, സത്യതയും ശുദ്ധതയുടെയും ക്യാരക്ടർ അതുണ്ടാകണം. അതാണ് പവിത്രത. പതിത് ബെന്ന ബഹുത് ഖരാബ് ബാത് ഹൈ. അല്ലെ, പതീതമാവുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആത്മാവ് തന്നെയാണ് പതീതമാകുന്നത്. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പതീതമാക്കും. ഞാൻ പതീതനായി, ഞാൻ കല്ലെടുക്കും, അങ്ങോട്ടെറിയും, ആ ഏറ് കൊള്ളുന്നാൽ തിരിച്ച് കല്ലെടുത്ത് ഇങ്ങോട്ട് എറിയും, ഞാൻ ഏറ് കൊള്ളും. പക്ഷെ രണ്ടുപേരുടെ മേത്തും അവസാനം രക്തമാവും, രണ്ടുപേരുടെ ശരീരം മുറിയും, രണ്ടുപേർക്കും വേദനിക്കും. കുത്തു കൊടുത്ത് കുത്തു വാങ്ങും, എറി കൊടുത്ത് എറി വാങ്ങും, തല്ല് കൊടുത്ത് തല്ല് വാങ്ങും. ഇതല്ല നിയമം. എന്നാണ് പറഞ്ഞത് ഏക് ദോമയും പതിത് ബന്ധി, രണ്ടുപേരും പതീതരാവുകയാണ്. പതിതുക്കോ പാവൻ ബനാന യഹ് തുമാര ദന്തായ. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ ബാബറയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ പതീതരെ പാവനമാക്കി മാറ്റുക. പാവൻ ബനേത്തോ പാവൻ ദുനിയമേം ചലേങ്കി. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പാവനമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാവനമായ ലോകത്തിലേക്ക് പോകാം. ഇത് ആത്മാവ് മനസ്സിലാക്കുകയാണ്. ആത്മാനാഹത്തോ ശരീരട്ടഹർണ സഖേ. ഇനി ആത്മാവില്ലെന്ന് വിചാരിക്കേ, ശരീരമുണ്ടാകുമോ? ആത്മാവില്ലെങ്കിൽ? റെസ്പോണ്ട് മിൽന സഖേ. ഒരു ശരീരത്തിൽ ആത്മാവുണ്ട്, തെളിവെന്താ? നമ്മൾ വിളിക്കുമ്പോൾ വെളിയേക്കും, തൊടുമ്പോൾ അവർ തിരിഞ്ഞു നോക്കും. അപ്പോൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് അല്ലെ, 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ജീവനുള്ളവ എന്ത് ചെയ്യും? കഴിക്കുന്നു. ജീവനുള്ളവ ശ്വസിക്കുന്നു. ജീവനുള്ളവ ചലിക്കുന്നു. ജീവനുള്ളവ റെസ്പോണ്ട്, പ്രതികരിക്കുന്നു. ജീവനില്ലാത്തവയോ കഴിക്കില്ല, കുടിക്കില്ല, അനങ്ങില്ല, ചലിക്കില്ല, പ്രതികരിക്കില്ല. അപ്പോൾ പ്രതികരണ ശേഷി എന്ന് പറയുന്നത് ചൈതന്യ ഒബ്ജക്റ്റിൻ്റെ, ചൈതന്യ വസ്തുവിൻ്റെ ലക്ഷണമാണ്. അതിനോട് ബാബ പറയുന്നത് ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ റെസ്പോണ്ട് മിൽന സഖേ, അതിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള റെസ്പോൺസും നമുക്കുണ്ടാകില്ല. ആത്മാവിന് മനസ്സിലായി അല്ലെ, നമ്മൾ പാവനമായ ലോകത്തിലെ സ്വർഗവാസികളായിരുന്നു അല്ലെ, പാവന ലോകത്ത് വസിക്കുന്നവരാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്. എന്ത് മനസ്സിലാക്കി തന്നു? നിങ്ങൾ നേരത്തെ വിവരമില്ലാത്തവരായിരുന്നു. ഈ വിഷയങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഇവൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ആ ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ നിങ്ങൾ അത്രയും സമച്ചില്ലാത്തവരായിരുന്നു കൊണ്ടാണല്ലോ, തിരിച്ചറിവില്ലാത്തവരായിരുന്നു, അതുകൊണ്ടാണല്ലോ എന്ത് സംഭവിച്ചത്? ഈ ലോകം ഇത്രയും പതീതമായിട്ട് മാറിയത്. വിവേകശൂന്യരായതുകൊണ്ടാണ് ഈ പറഞ്ഞ പതീതമായ ലോകത്തിൽ വസിക്കാൻ നിങ്ങൾ യോഗ്യരായത്. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഈ ലോകം തന്നെ ധാരാളം. അബ് ജബ് തക് പാവൻ നഹീ ബനേംഗെ. ഇപ്പോൾ നമ്മൾ എത്രത്തോളം പാവനമാകുന്നില്ലയോ അതേവരേക്കും സ്വർഗത്തിലേക്ക് പോകുവാൻ യോഗ്യനാവുകയില്ല. സ്വർഗക്ക് ഫേൻഫി സംഗം പർഹി ജാതി. അതുകൊണ്ട് സ്വർഗത്തിനെ നമ്മളെപ്പോഴും സംഗമയുഗമായിട്ടാണ് കണക്ട് ചെയ്ത് പറയുക. ഒരു ട്രാൻസിഷൻ പീരീഡാണ്, ട്രാൻസ്ഫർമേഷൻ ടൈമാണ്. അതുകൊണ്ട് ബാബയുടെ സ്വർഗവുമായിട്ട് നമ്മളെപ്പോഴും സംഗമയുഗത്തിനെ കണക്ട് ചെയ്യണം. ഇവിടെ ആകുന്നില്ലെങ്കിൽ അവിടെ ആകില്ല. ഇവിടെ നിങ്ങൾ എന്ത് നേടുന്നോ അത് അവിടെ നേടും. ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സത്യുഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് സംഗമയുഗവുമായിട്ട് കണക്ഷനുണ്ട്, ബന്ധമുണ്ട്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ തിരിച്ചു പറയുമോ ഞങ്ങൾ സംഗമയുഗത്തിൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെയായത്? ഇല്ല, ഇവിടെ അങ്ങോട്ട് പറയാം. ഇവിടെ ഇത് ചെയ്താൽ അവിടെ അങ്ങനെ ആകാം. കാരണം പ്രസൻറ്റിൽ നമുക്ക് ജ്ഞാനമുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ചും ബോധമുണ്ട്. എന്നാൽ
സത്യയുഗത്തിലെ ദേവർക്ക് ഒരിക്കലും ഫാസ്റ്റ് പറയാൻ പറ്റില്ല. സംഗമയുഗത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊരിക്കലും ഒരു ദേവാത്മാവിന് ആ സങ്കല്പം പോലും വരില്ല. അതുകൊണ്ട് ഈ സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിക്കുന്നത്. പവിത്രമാകുവാനുള്ള ആയുധമാണ് ഇപ്പോൾ നമ്മുടെ മക്കൾ കിട്ടിയിട്ടുള്ളത്. ഏക് കോഹി കഹാ ജാത്താ ഹേ പതിത് പാവൻ ബാബ ഹംഗോ ഐസ പാവൻ ബനാവോ. എല്ലാവരും ഇതാണ് പറയുക, എല്ലാവരോടും ഇതാണ് പറയേണ്ടത്. എന്താണ്? അല്ലയോ പതിത പാവനായ ബാബ, ഞങ്ങളെയും ഇപ്രകാരത്തിൽ ആരെപ്പോലെ? ദേവതകളെ പോലെ പാവനമാക്കി മാറ്റൂ. കാരണം ഈ ദേവതകളൊക്കെ ആരാണ്? സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നത്. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതമായിട്ട് മാറി. ശ്യാമനും സുന്ദരനും എന്തുകൊണ്ട് ആ പേര് വെച്ചു? ഇൻകാ നാം ഭി ഐസാ രഖാ. ഈ കൃഷ്ണന്റെ പേരും അങ്ങനെയാണ് വെക്കപ്പെട്ടിരിക്കുന്നത്, ശ്യാമസുന്ദരൻ എന്ന്. കൃഷ്ണക്കാ ചിത്ര ശ്യാംബന ദേത്തെ. നമ്മൾ കാണുന്ന മിക്കവാറും കൃഷ്ണന്റെ പടങ്ങളെല്ലാം തന്നെ കറുത്തതാണ്. എന്തുകൊണ്ട് കറുത്തതായി? എന്തുകൊണ്ട് കറുത്തായിട്ട് വരച്ചു? അർത്ഥ ദോടേഹി സമസ്തേഹി. അതിൻ്റെ അർത്ഥമൊന്നും വരച്ച ആൾക്കും അറിയില്ല, കാണുന്നവർക്കും അറിയില്ല. കൃഷ്ണക്ക് ഭി തുങ്കോ കിത്തനി ക്ലിയർ സമച്ചാനി മിൽത്തി. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ശരിക്കും ആരാണ്? അതിനെക്കുറിച്ച് പോലും ഇപ്പോൾ നിങ്ങളുടെ പക്കൽ വ്യക്തമായൊരു ആശയം ഉണ്ട്. ഐഡിയ സമച്ചാനും മിൽത്തിഹെ. ശരിക്കുള്ള തിരിച്ചറിവ് കൃഷ്ണനെക്കുറിച്ച് പോലും കിട്ടിക്കഴിഞ്ഞു. ഇൻമേൻ ദോ ദുനിയായും കരുതി, ഇൻമേൻ ദോ ദുനിയായും കരുതി. ആ ശ്രീകൃഷ്ണന്റെ ആ ഒരു പടത്തിൽ തന്നെ 2 ലോകവും കാണിച്ചിട്ടുണ്ട്. ഇതാണ് പതിത ലോകവും പാവന ലോകവും, സ്വർഗവും നരകവും. ആ ഒരു ചിത്രത്തിൽ തന്നെ, ഏത് ചിത്രത്തിലാണത് കാണിച്ചിരിക്കുന്നത്? 2 ലോകവും കാണിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ മുട്ടിലിഴയുന്ന ഉണ്ണികൃഷ്ണന്റെ പടത്തിനകത്ത് 2 ലോകവും, 2 ലോകത്തിലും കൃഷ്ണനുണ്ട്. ആ 2 ലോകവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധവും എന്താണ്? ഇതെല്ലാം അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ലോകങ്ങളെയാണ് ആ ഒരു ചിത്രത്തിൽ കാണിച്ചത്. അതുകൊണ്ട് ആ 2 ലോകത്തിലും കോമൺ ആയിരിക്കുന്ന ആ വ്യക്തിക്ക് 2 ലോകത്തിൻ്റെയും വിശേഷണങ്ങൾ ചേർത്തിട്ട് ശ്രീകൃഷ്ണ ശ്യാമസുന്ദർ എന്ന് പേര് കൊടുത്തു. വാസ്തവത്തിൽ ലോകം 2 എടുത്ത് പറയും 2 ലോകത്തിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് 2 ലോകമൊന്നുമില്ല. പിന്നെയോ ദുനിയ ഏക് ഹി ഹേ, ലോകം ഒന്നേയുള്ളൂ. പിന്നെന്താ വ്യത്യാസം? അവസ്ഥ, അത് 2ആണ്. നമ്മൾ ഒന്നല്ലേ ഉള്ളൂ. നമ്മുടെ അവസ്ഥയല്ലേ മാറുന്നത്? ബാല്യം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അവസ്ഥയാണ് മാറിയത്, ഞാനല്ല മാറിയത്. എൻ്റെ അവസ്ഥയാണ്. ഏതിൻ്റെ അവസ്ഥ? ശരീരത്തിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഒന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്. അതേപോലെ ദുനിയ ഏക് ഹി ഹേ, ലോകം ഒന്നേയുള്ളൂ, അത് 2ഇല്ല. പിന്നെ സംഭവിച്ചെന്താണ്? വഹ് നയി ഓർ പുരാനി ഹോത്തി ഹി. പുതിയത് പഴയതാവും, അവസ്ഥ മാറുന്നു, വീണ്ടും പഴയത് പുതിയതാവും. കിത്തന മാധ മർത്തെ ഹോ സംജാനെ കെ ലിയെ. ഇപ്പം ശ്രീകൃഷ്ണനെ വെച്ചുകൊണ്ട് പോലും ഈ ഒരു കാര്യം ഇത്ര സ്പഷ്ടമായിട്ടും വ്യക്തമാക്കിയും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരും, എഫർട്ട് എടുക്കേണ്ടി വരും. എന്താണ്? അപ്പന് രാജധാനി സ്ഥാപൻ കറുകേക്കോന. നിങ്ങൾ നിങ്ങളുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ എടുക്കുന്ന എഫർട്ട് എന്താണോ ആ എഫർട്ട് അനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ലക്ഷ്മി നാരായണനെ സംചാഹേന. അപ്പം ലക്ഷ്മി നാരായണൻ എന്താണ്? അതും മനസ്സിലാക്കി തന്നില്ലേ. സമച്ച് സേക്കിത്തനി നീട്ടിബനെ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോൾ അതെത്ര മധുരമാണ്. ശരിക്കുള്ള ഇപ്പം കൃഷ്ണൻ്റെ പടത്തെ കാണുമ്പോൾ യഥാർത്ഥ സ്നേഹം വരുന്നപ്പോഴാണ്. ഒരാളെ കാണുമ്പോൾ ആ പടം കാണാൻ റെസ്പെക്റ്റ് വരും. ഇപ്പം നമ്മൾ സ്ഥലത്ത് പോവുകയാണ്, ഒരാളുടെ പടം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നു, നമുക്ക് വല്ല ഫീലിങ്സും വരുമോ? ഒരു ഫീലിങ്സും വരില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് ആരാണ്, ആരുടെ പടമാണ്, അപ്പോൾ അവർ ആ വ്യക്തിയുടെ മഹിമകളൊക്കെ പറയും അല്ലേ. പിന്നെ ആ പടം കാണാൻ നമുക്ക് പോലും അവരെ നമ്മൾ കണ്ടിട്ടില്ല, വ്യക്തിയെ, നമ്മളുടെ ഒരു ബന്ധവും ഇല്ല. എന്നിരുന്നാലും ആ വ്യക്തിയുടെ ഹിസ്റ്ററി കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ, കാരണം ഒരു ആത്മാവിൻ്റെ കഥയല്ലേ കേട്ടത്, അപ്പോൾ ആത്മാവ് എന്നെ സ്പർശിക്കില്ലേ. അപ്പോൾ പിന്നീട് ആ വ്യക്തിയുടെ പടം കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ അവിടേക്ക് പോവുകയും മനസ്സിൽ അവരെ പ്രതി റെസ്പെക്റ്റ് ഫീലിങ്സ് നമുക്ക് വരികയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അതേപോലെ ബാബറിയാണ് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു. കൃഷ്ണനെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ വരുന്ന സ്നേഹവും അറിയാതെ സ്നേഹം നിർത്തി വ്യത്യാസമില്ലേ. മറ്റൊന്ന് വെറും ഭാവനയിലുള്ള സ്നേഹം മാത്രമാണ്, റിയലൈസേഷൻ ഇല്ല. എന്നാൽ ഇതോ റിയലൈസേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭാവനയാണ്. അപ്പോൾ ഡബിളാണ് അവിടെ പവർ വരുന്നത്. എനിക്ക് ഭാവനയും ഉണ്ട്, അത്രയും റിയലൈസേഷനും ഉണ്ട്.
അപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ പടം കാണുമ്പോൾ നമുക്ക് വെറും ഭാവനയിൽ നിന്നുണ്ടായ സ്നേഹം മതിയോ, അതോ റിയലൈസേഷനിൽ വന്ന ഭാവനയുടെ ഫലം കിട്ടണോ? ഇതാണ് വേണ്ടത്. അവിടെ ചിന്തിക്കുക. പകലെ ചോട്ടെ ബച്ച് നയ ഹോത്തേ, നമുക്ക് ഏതോ ഒരു കൊച്ചുകുട്ടി എന്ന പുതിയ അവസ്ഥയാണ്. ഫിർ ബഡേ ബൻ ബൂട്ടേ ഹോത്തേ, പിന്നെ വളർന്ന് വളർന്ന് വലുതായി ആസ് വൃദ്ധനാകും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ എത്ര പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ചിലർക്കിത് മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ലക്ഷ്മി നാരായണനെ കുറിച്ച് മനസ്സിലാക്കി തന്നു, സമ്മച്ചിസക്കിത്തിന് മീട്ടേപ്പന്. അപ്പം ഈ തിരിച്ചറിവിലൂടെ ലക്ഷ്മി നാരായണൻ്റെ ആത്മാവും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. നമുക്ക് ആത്മനെ പഠിച്ചതിലൂടെ മനസ്സിലാക്കിയപ്പോൾ അവരെത്ര മധുരമായി മാറി. കിസിനെ സംശയ, ആരാണ് ഇത് മനസ്സിലാക്കി തന്നത്? ലക്ഷ്മി നാരായണൻ്റെ ആത്മാവിനെ ഇത് പഠിപ്പിച്ചു കൊടുത്തു. ആര് പഠിപ്പിച്ചു കൊടുത്തു? ഭഗവാനെ പടായി. ഭഗവാനാണ് അവരെയും പഠിപ്പിച്ചത്. പഠിപ്പിച്ച് അവരെ ആരാക്കി മാറ്റി? മധുരമുള്ളവരാക്കി മാറ്റി. അതുകൊണ്ട് ഇവിടെ പതിതൽ നിന്നും പാവനമാകുന്ന വിഷയത്തിൽ എന്ത് വേണ്ട? ലഡായി ആധിക്യത്തോ ബാത്ത് ഹി നഹി, യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമേ ഇല്ല. ഭഗവാൻ കിത്ന സമച്ചിദാർ നോളജിഫുൾ ഹേ, അല്ലെ? ഭഗവാൻ എത്ര വിവേകശാലിയാണ്, എത്ര നോളജ്ഫുള്ളാണ്. കിത്ന പവിത്രേ, എത്ര പവിത്രമാണ്. അതുകൊണ്ടാണ് ശിവക്കെ ചിത്രാകെ സബ് മനുഷ്യ ജാക്കർ നമൻ കർത്തേ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ശിവന്റെ ചിത്രം, അതായത് ശിവലിംഗം, അതിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എത്രമാത്രം മഹിമകൾ പാടുന്നു, നമസ്കരിക്കുന്നു. നമൻ കർത്തേ. എന്നാൽ വകുപ്പരന്തു വക്കുവണ്ണേ, എന്നാൽ ചിന്തിക്കേണ്ട വിഷയം, ആ ഭഗവാൻ ആരാണ്? ക്യാ കർത്തേ, എന്ത് ചെയ്യുന്നു? ഏ കൊയ് ജാൻതേ നഹി, ഇതൊന്നും തന്നെ ആരും അറിയുന്നില്ല. പിന്നെയോ മഹിമ പാടും, ശിവകാശി വിശ്വനാഥ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടും. ചിത്രക്കകത്തിരിക്ത് ശിവ കാശി വിശ്വനാഥ് ഗംഗ, ഇത്രയും പദങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞ് മഹിമയെല്ലാം പാടി അവർ തൃപ്തിയടയും. ഓരോ വാക്കിൻ്റെ അർത്ഥം, ശിവ് എന്താണ്, കാശി എന്താണ്, വിശ്വനാഥൻ ആരാണ്, ഗംഗ ഏതാണ്, ഏത് ഗംഗ, ഏത് വിശ്വനാഥൻ, എവിടുത്തെ കാശി, ഏത് ശിവൻ, എത്ര കാര്യം പറഞ്ഞു? 4 വിഷയങ്ങൾ പറഞ്ഞു അവിടെ. അതിനകത്തൊന്ന് മുഴുവൻ സൃഷ്ടിചക്രവും വന്നു കഴിഞ്ഞു. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കഥ അതിനകത്ത് പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞു. ഏതാണ്? ശിവകാശി വിശ്വനാഥ ഗംഗ. ഏതുപോലെ അച്യുതം കേശവൻ രാമനാരായണം വിശ്വനാഥോദരം, അങ്ങനെ പാടത്തില്ല, എനിക്ക് മൊത്തം അറിയില്ലത്, അങ്ങനെ പാടി കേട്ടിട്ടുണ്ട്. അത് പാടുമ്പോൾ എന്താണ്? ഒരു ജീവാത്മാവിൻ്റെ കുട്ടിക്കാലം മുതൽ അവസാനം വരെയുള്ള ഒരു സൃഷ്ടി നാടകത്തിൽ സത്യത്രേത ദ്വാപര കലിയുഗം വരെയുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ ആത്മാവിൻ്റെ മുഴുവൻ ജീവചരിത്രവുമാണ് അച്യുതം കേശവൻ തുടങ്ങിയിട്ട് പറഞ്ഞു വെച്ചത്. ആ ഒരു കൊച്ചു വാക്കിനകത്ത് എത്ര വലിയ മഹിമ. അതുപോലെ രഘുപതി രാജവരാഘാറാം, പതീത പാവന സീതാറാം, അതിനകത്ത് മുഴുവൻ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതുപോലെ പറയുന്നത് എല്ലാ ഭക്തരും ശിവക്ഷേത്രത്തിൽ പോയിട്ട് ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടിങ്ങനെ പാടും, ശിവകാശി വിശ്വനാഥ ഗംഗ, ഇത്രയും പറയും. അർത്ഥ് ജിരാഫിനക്കി സമസ്തേ, തൻ്റെ ചുണ്ടുകൊണ്ട് ഞാൻ എന്നും പാടുന്ന ഈ കാര്യം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് ജരാഫിനക്കി സമസ്തേ, ഒത്തിരി പോട്ടെ, അല്പം പോലും ഇല്ല. സംചായക്കു കഹെങ്കി തും ക്യാ ഹംഗോ സംചായെങ്കി. അതുകൊണ്ട് എന്താണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത്? പറഞ്ഞു കൊടുക്കുക അവരോട്. ഹം ദോ വേദശാസ്ത്ര ആദി സബ് പഠേ, परंतु राम राज को कहा जाता है अभी कोई नहीं जानते. ചെല്ലു പറഞ്ഞ് ഞങ്ങൾ വേദങ്ങളും ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചവരാണ്, ഒത്തിരി അറിവുള്ളവരാണ്. പക്ഷെ ബാബു ചോദിക്കുന്നു, എന്നിട്ട് രാമരാജ്യം സ്ഥാപിക്കാൻ പറ്റൂ? ഈ രാമരാജ്യം എന്താണെന്നറിയുമോ? രാമരാജ്യ സത്യുഗനായി ദുനിയാക്കോ കഹാ ജാത്തായി. അപ്പോൾ വാസ്തവത്തിൽ രാമരാജ്യം എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെയാണ്, സത്യയുഗത്തിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ബാബർ നിങ്ങളിൽ പോലും നമ്പർ വാറേ ഇൻകോ ധാരണ ഹോത്തി ഹെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ പോലും എത്ര പേര് കേൾക്കുന്നു, അതിലെത്ര പേര് ധാരണ ചെയ്യുന്നു? കൊയ്ത്തോ ഫുൾ ഫി ജാത്തേ. ചില കുട്ടികളോ കേട്ടപ്പം തന്നെ മറന്നു പോകും. എന്തുകൊണ്ട്? ബിൽക്കുൽ ഹി പത്രബുദ്ധി ബന്ധേ. അതുകൊണ്ടാണ് അല്ലെ ബൈബിൾ പറയുന്നതാണ്, ഒരു പിടി ധാന്യമണി വിതറിയ വിതക്കാരൻ്റെ കുറച്ച് വിത്തുകൾ ചെന്ന് വീണത് എവിടെയാണ്? പാറപ്പുറത്താണെന്ന് പറയുക. അത് അപ്പോഴേ കിളികൾ കൊത്തിക്കൊണ്ടുപോയി. അത് പാറയിൽ പുല്ല് കിളിക്കില്ല, ഒന്നും കിളിക്കില്ല. അതേപോലെ ചില അർത്ഥം എന്താണ്? ഈശ്വരൻ വന്നിട്ട് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ, ആ വിതക്കാരൻ ജ്ഞാനമാകുന്ന വിത്ത് വാരി എറിയപ്പോൾ അതിൽ കുറച്ച് വിത്തുകൾ പോയി വീണത് എവിടെയാ? കല്ലുബുദ്ധിയായ മനുഷ്യൻ്റെ ബുദ്ധിയിലേക്കാണ്.
അവിടെ വീണതല്ല, മായ എന്ന കിളി വന്ന് അത് അപ്പോഴേ ഒത്തിക്കൊണ്ടുപോയി. ഇതാണ് അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. ഫൂൽ ഫി ജാത്തേ ഹേ, മറന്നു പോകുന്നു. ക്യോ? പത്ര ബുദ്ധി ബൻ ഗയേ, അല്ല അവരുടെ ബുദ്ധി കല്ല് പോലെയാണ്. അപ്പോൾ പാരസ്പുദ്ധി ബനെ ജോ ബനെ, ഇപ്പോൾ ഈ സമയത്ത് ആരാണോ പവിഴബുദ്ധിയാകുന്നത്, ഉൻകാ കാംഗേ, അവരുടെ ജോലി എന്താ? അവരോഗോ സംചാന അല്ലേ? അപ്പം മനസ്സിലാക്കിയവൻ്റെ ജോലിയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. പത്ര ബുദ്ധിക്ക് ആക്ടിവിറ്റി വഹി ചലത്തി രഹെങ്കി. അപ്പോൾ കല്ലുബുദ്ധികളായ ആളുകളുടെ പ്രവൃത്തി എന്താണ്? നടന്നുകൊണ്ടേയിരിക്കും. അവരുടെ പ്രവൃത്തി എന്താണ്? അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ചലത്തി രഹെങ്കി. കാരണം എന്താണ്? ഹംസ് ഔർ ബഗുൾ ഹോഗയന, ഒരു കൂട്ടർ ഹംസവുമായി ഒരു കൂട്ടർ കൊക്കുമായി. അപ്പം എന്ത് ചെയ്യും? കൊക്കിൻ്റെ ജോലി ചെയ്യും, കൊത്തിക്കൊണ്ടേയിരിക്കും. കൊക്കിൻ്റെ ജോലി എന്താ? കൊത്തുക എന്നുള്ളതാണ്. അത് അതിൻ്റെ സംസ്കാരമാണ്, അതത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഹംസ് കഭി കിസ്കോ ദുഃഖനഹീൻ ദേത്തേ, ഒരിക്കലൊരു ഹംസം ആർക്കും ദുഃഖം കൊടുക്കില്ല. എന്നാൽ ബഗുളെ ദുഃഖ ദേത്തേ, കൊക്കത് കൊടുക്കും. കൈഹേ ജിൻകി ചാൽഹി ബഗുളെ മിസൽ ഹോത്തി. ചില കുട്ടികളുടെ പെരുമാറ്റം കണ്ടാൽ അവരാരാണ്? ശരിക്കും കൊക്കുകളെ പോലെ തന്നെയാണ്. അവരെല്ലാ വികാരങ്ങളും ഉണ്ട്. ഇത് പറയുന്നതാണ്, ഞാൻ ബാബയുടെ കുട്ടിയാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ വികാരമാണ് കൊക്കിനെ പോലെയാണ്. ഓക്കെ, ബാബ എടുത്തു പറയാണ്, യഹാംപി ഐസെ ബഹുത് വികാരി ആ ജാത്തെ. ഇവിടെയും അങ്ങനെ ധാരാളം വികാരി, ഇവൻ മധുബനിൽ പോലും അങ്ങനെയുള്ള ധാരാളം വികാരി ആത്മാക്കൾ ഹംസങ്ങൾക്കിടയിലേക്ക് ചില കൊക്കുകളൊക്കെ ഇടക്ക് കയറി വരും. അതുകൊണ്ട് ബാബ ജിൻകോ അസുർ കഹാ ചാത്തായി. അങ്ങനെയുള്ള ആളുകളെയാണ് ബാബ അസുരന്മാരെന്ന് പറയുന്നത്. പകച്ചൻ നഹിൻ വ്യക്തി, കാരണം അങ്ങനെ വേഷം മാറി വരുന്നു. കാരണം നിറം വെള്ളയാണല്ലോ കൊക്കിൻ്റെ. അതുകൊണ്ട് എന്താണ്? വേഷം മാറി വരും, വേഷം കെട്ടി വരും. അപ്പോൾ ഏത് വെള്ള ഡ്രസ്സ് ധരിച്ച് എന്ത് ചെയ്യാം? അവർക്ക് കയറി വരാം. വെള്ള ഡ്രസ്സ് കണ്ടിട്ട് അവരെ നമ്മൾ മലാക്കാണെന്ന് വിചാരിക്കും. ഇതെല്ലാവരും വൈറ്റ് ഡ്രസ്സിലാണല്ലോ. അതിനകത്ത് വികാരി ഏതാ യാതൊരു പിടിയും കിട്ടൂല. ചോർ എനിക്കറിയാം, ഏത് വേഷത്തിൽ വന്നാലും ഞാൻ കണ്ടുപിടിക്കുക. ഇന്ദ്രസഭയിൽ മനുഷ്യൻ കയറിയപ്പോൾ മനുഷ്യൻ്റെ മണം ഇന്ദ്രന് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദുർവികാരി, ആ വികാരി മനുഷ്യൻ്റെ ആ ബാംസ്, വികാരത്തിൻ്റെ മണം നിർവികാരിയായി ബാബയ്ക്ക് മനസ്സിലാവും. നമുക്കത് പിടിയിട്ടില്ല പെട്ടെന്ന്. അതുകൊണ്ട് ബാബ പറയാണ്, ബഹുത്ത് സെൻറ്റർ पर भी विकारी आते हैं, बहाना बनाते हैं, हम ब्राह्मण है परंतु है झूठ. അങ്ങനെ ധാരാളം സെൻറ്ററുകളിൽ ഇതുപോലെ വികാരികൾ വരുന്നുണ്ട്. അതിനവർ ഓരോ ന്യായങ്ങളൊക്കെ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാൻ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെടും. പരന്തു ഝൂഠ്, അവർ പറയുന്ന എല്ലാം അസത്യമാണ്, പച്ചക്കള്ളമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഛൂട്ടി ദുനിയ, അസത്യത്തിൻ്റെ ലോകമാണ്. എവിടെ വന്നും അവർക്ക് കള്ളം പറയാൻ ഒരു മടിയില്ല. ദേവനൊന്നും കള്ളം പറയും, ദൈവത്തിന് പോലും കള്ളം പറയുന്നവരാണ്. അവരൊക്കെ അറിയാം, സമൃദ്ധമായിട്ട് കള്ളം പറയാൻ അറിയാം. അതും ബാബ അവർ പറയുന്ന സാമർഥ്യത്തോടെ കള്ളം പറയുന്ന കാര്യം കേട്ടാൽ സത്യം പോലും മാറി നിൽക്കും. സത്യം പോലും ചിന്തിക്കണ്ട, ഇവനാണ് അപ്പോൾ സത്യമല്ലേ എന്ന് പോലും കൺഫ്യൂഷൻ വന്നു പോകും. അതാണ് ഛൂട്ടി ദുനിയ, അസത്യത്തിൻ്റെ ലോകം, എന്തിനേയും വളച്ചൊടിക്കാനുള്ള കഴിവുള്ള ലോകം. എന്നാൽ ബാക്കി നൈ ദുനിയ സച്ചി ദുനിയ, എന്നാൽ ആ പുതിയ ലോകം എന്താണ്? അത് സത്യത്തിൻ്റെ ലോകമാണ്. അത് സത്യയുഗം എന്ന് പേരിട്ടത്. ഇപ്പോഴോ സംഘം യുഗമാണ്. കിത്തന ഫറക് രക്താഹെ. അപ്പം സംഗമനെ കൂടിച്ചേരേണ്ട സമയമാണ്. അപ്പുറം ഇപ്പുറം നോക്കിക്കേ, ഒന്ന് പൂർണ്ണമായിട്ടും ഛൂട്ടി ദുനിയ, മറ്റേത് പൂർണ്ണമായിട്ടും സത്യകി ദുനിയ. വ്യത്യാസം നോക്കൂ, കിത്തന ഹെ ഫറക് രക്താഹെന കിത്തന, എത്ര വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ജോ ജൂഡ് ബോൾനെ വാലേ ജൂഡ് കാം കർനെ രഹനെ വാലേ, ആരാണോ അസത്യം പറയുന്നവർ, സത്യവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ, തേർഡ് ഗ്രേഡ് ബന്ധേ, അങ്ങനെ ചെയ്യുന്ന ആത്മാക്കളും ജ്ഞാനത്തിലുണ്ട്. അവർക്ക് സത്യയുഗത്തിലെ പദവി തേർഡ് ഗ്രേഡ്. എന്താണ് തേർഡ് ഗ്രേഡ്? ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ് തോ ഹോത്തേന, അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഉണ്ട്, ഇനി മൂന്നാമതൊരു ഗ്രേഡുണ്ട്. അതേതാണ്? അവർക്ക് കിട്ടുന്ന പ്രാപ്തി എന്താണ്? സത്യയുഗത്തിൽ തേർഡ് ഗ്രേഡിലുള്ള ആത്മാക്കൾ ഏത് കാറ്റഗറിയിലായിരിക്കും അവർ ജന്മമെടുക്കുക? ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുമ്പോൾ കള്ളം പറയാൻ പറ്റുമോ? സത്യവിരുദ്ധമായ കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാലും അവർ ചെയ്യും. കാരണം ആ ആത്മാവിൽ വിധിക്കപ്പെട്ടത് ആ ഗ്രേഡ് ആയതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവരുടെ ബുദ്ധി എന്തില്ല, ചലിക്കില്ല. പുലി ബാബ നിങ്ങളത് പറയുന്നതാണ്, നിങ്ങളുടെ കർമ്മ ഇന്ദ്രിയങ്ങൾ ശാന്തമാകണമെങ്കിൽ ത്രൈതായുഗത്തിലെ അവസ്ഥയിലേക്ക് എത്തണം, സദോ അവസ്ഥയിൽ എത്തണം. അതേപോലെ എന്താണ്, സിൽവർ ഏജ്ഡ് ഇൻ്റലക്റ്റും
ഗോൾഡൻ ഏജ് ഇൻ്റലക്റ്റും കഴിഞ്ഞുള്ള ഒരു ലെവലാണ് എന്താണ്, 3rd ലെവൽ ഇൻ്റലക്റ്റ്. അപ്പോൾ അവർ മുരളി പഠിക്കുന്നതും മനസ്സിലാക്കും 3rd ലെവലിലാണ്. ഭാവി അറിഞ്ഞതും 3rd ലെവലാണ്. ധാരണയും 3rd ലെവലാണ്. അപ്പോൾ എല്ലാത്തിലും അവർ ലെവൽ 3rd ആണ്. അവരുടെ ഗ്രേഡും 3rd ആവും. ആണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. വാക്ക് 3rd ഗ്രേഡ് ബെൻറ്റേ, അവർ 3ാമത്തെ ഗ്രേഡിലേക്കാണ് പോകുന്നത്. ബാബ കഹത്തേഹേ പവിത്രത കാവി പുര സബൂത്തേന. ഇനി നിങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞാൽ പോലല്ലോ, തെളിവെന്താ? പൂർണ്ണമായിട്ടും അതിന് തെളിവ് നൽകണം. വെറുതെ ചുണ്ടുകൊണ്ട് ഞാൻ പവിത്രമായിട്ട് ജീവിക്കുന്നു പറഞ്ഞാലെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാത്തിനും പ്രൂഫ് വേണം, തെളിവ് വേണം. ഇപ്പോൾ നമ്മൾ പറയാം എനിക്ക് ഇത്ര വയസ്സുണ്ടെന്ന് ഇറങ്ങിയിരിക്കുമോ, പറയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കൂ എന്ന് പറയും. അതോറിറ്റി പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, പ്രൂഫ് വേണം. ഇന്നൊരു താമസക്കാരനാണ്, അംഗീകരിക്കുമോ? ഇല്ല. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. ഇതെൻ്റെ വീടാണ്, അംഗീകരിക്കില്ല. പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. എനിക്ക് ഒരു ബാധ്യതയില്ല, ബാധ്യത സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. തെളിയിക്കണം എനിക്ക് ബാധ്യതയില്ല, ഇതെൻ്റെ തന്നെ സ്ഥലവും വീടുമാണ്, എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഇനി ഇന്നയാളുടെ അച്ഛനും മോനുമാണെന്ന് പറഞ്ഞാലോ അതിനും പൊളിക്കണം തെളിവ്. റേഷൻ കാർഡിൻ്റെ വല്ലതും കോപ്പി കാണിക്കണം. അച്ഛനാണ് അമ്മയാണെന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് സ്ഥാപിക്കാനായിട്ട് നമുക്ക് റിപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും അതോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ ബാബ എനിക്കും വേണം പ്രൂഫ്. എന്ത് പ്രൂഫ്? പവിത്രത പ്രൂഫ്. കൈ കഹത്തെ ഏക്ക് ദോനോ ഇക്കട്ടെ രേക്കർ പവിത്രത്തെ ഇമ്പോസിബിൾ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ്? ഇവൻ സന്യാസിമാർ ഉൾപ്പെടെ പറയുന്നൊരു കാര്യമാണ്, 2 പേർക്ക് ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് പവിത്രമാകാൻ പറ്റില്ല. അതായത് സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് പവിത്രമാകാൻ പറ്റില്ല. ഇമ്പോസിബിൾ, അസാധ്യം എന്നവർ പറഞ്ഞു. ഒരു പുസ്തകം ഉണ്ട്, അണ്ടർലൈൻ ചെയ്തു. ഇമ്പോസിബിൾ എന്ന് എഴുതി അണ്ടർലൈൻ ഇട്ടിട്ട് ഒരു കുത്തുമ്പുരിട്ടു. ഇതിന് അപ്പുറത്തൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ബച്ചോങ്കോ സംസാന ചാഹി. കുട്ടികൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പോസിബിളാണ്. അതെങ്ങനെ പോസിബിളാണ്? യോഗബൽ ന ഹോനെ കാരണം ഇത്തനി സഹജ് ബാത്തി പൂരി രീതി സമച്ചാ നഹീ സക്തേ. അപ്പോൾ ഇമ്പോസിബിൾ എന്ന് ഒരു ലോകം വിശ്വസിക്കുന്നു. വിശ്വസിപ്പിച്ചതാരാ? വലിയ വലിയ മഹർഷിമാരാ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവരെന്ത് പറയും? മഹർഷിമാർ പറയുന്ന കാര്യം നിങ്ങളാ പറയണം പോസിബിൾ, അവരെ പറഞ്ഞ് ഇമ്പോസിബിൾ. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? അപ്പോൾ അവരെക്കാൾ ശക്തിയുള്ളവരാണോ നിങ്ങൾ? അവരെക്കാൾ അറിവുണ്ടോ നിങ്ങൾക്ക്? ചോദിച്ചു വെച്ചാൽ തീർന്നു കഥ. ബാബ പറയുന്നത്, നിങ്ങൾ ഈ കാര്യം ഇമ്പോസിബിൾ പോസിബിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ കാരണം, അത് സിദ്ധ് കർണെ, അത് തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടും യോഗശക്തിയില്ല. മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടിയാൽ ചെറിയ പാട് വീഴുമോ, നല്ല സാധനം കഷ്ണമാകുമോ, മുറിയുമോ? ഇല്ല. അതേപോലെ നിങ്ങൾ ചുമ്മാ സംസാരിച്ചിട്ടേ ഇരിക്കും, അത് അവരുടെ ഹൃദയത്തിൽ കൊള്ളില്ല. കാരണം യോഗബൽ നാ ഹോന के कारण इतनी सहज बात थी पूरी രീതി समझा सकते. ഈ ഒരു ടോപ്പിക് എത്ര സിമ്പിളാ. ഈ സിമ്പിളായൊരു ടോപ്പിക്ക് പോലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി എങ്ങനെ പറ്റും? എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ അറിവുണ്ട് നിങ്ങൾക്ക്, പക്ഷെ കാര്യം ശരിയാണ്, നിങ്ങൾക്ക് സമച്ചുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സമച്ചാനി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ബാബ പറയില്ലേ, സുനാന ഔർ കേൾപ്പിക്കാൻ എളുപ്പമാണ്, സംചാന മുസ്കിലേ. ഒരാളോട് സംസാരിക്കാം, കേൾപ്പിക്കാം, ബെത്താന സുനാന, ലെക്കിൻ സംചാന, ഇത് 3 തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബാബ പറയാം, എന്തുകൊണ്ട് ഇവിടെ ബാബ സമച്ചാന, കേൾപ്പിക്കാനല്ല പറഞ്ഞത്. പവിത്രമായി ജീവിക്കാൻ പറ്റും, അത് പോസിബിൾ ആണെന്ന് കേൾപ്പിച്ചാൽ പോരാ, പറഞ്ഞു കൊടുത്താൽ പോരാ, പിന്നെയോ സംചാന മനസ്സിലാക്കി കൊടുക്കണം. അതിനെന്ത് വേണം? നിങ്ങൾക്കാദ്യം സമച്ചു വരണം, തിരിച്ചറിവ് വരണം. ഇപ്പം യോഗബലമില്ലാത്ത കാരണത്താൽ ഇത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യം പോലും പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്താ? उनके कोई बात ही नहीं, उनको एक बात तो कोई नहीं समझते कि यहाम हमको भगवान पढ़ाते. ഇവിടെ ആരും കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ്? ഇവിടെ പഠിപ്പിക്കുന്ന ഭഗവാനാണ്. അത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ആരെയും. വാക്കകത്തെ പവിത്ര ബെന്നേസെ തും ഇക്കി ജനം സ്വർഗീ മാലിക് ബനേഗി. പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ ഭഗവാനാണ് പഠിക്കുന്നത്. ഇവിടെ ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ചില ചോദിക്കും. അപ്പോൾ പറയണം, ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഭഗവാൻ പറയുന്നു, ഈ രീതിയിൽ നിങ്ങൾ പവിത്രമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് മാറാം. കാരണം അത് പവിത്രമായ ലോകമാണ്. പവിത്രമായ ലോകത്തിൽ പതീതരായിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല.
പിന്നെയോ പഞ്ചവികാരങ്ങളും അവിടെ ഉണ്ടാകില്ല. കാരണം അത് വൈസ്ലെസ് വേൾഡ്, നിർവികാരി ലോകം. എന്നാൽ ഇതോ വിഷ്യസ് വേൾഡ്, വികാരി ലോകം. हमको सत्य की बादशाही मिलती है तो हम एक जन्म के लिए क्यों नहीं पावन बन जाएंगे और पावन बनेंगे. പറയാം, നിങ്ങൾക്കിപ്പോൾ ഇത്ര രൂപ ബിസിനസ്സിൽ മുടക്കിയാൽ ഇതിന് ലാഭം കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിപ്പിന് മുടക്കിക്കൂടെ? എനിക്ക് ഉറപ്പായി ഇത്ര രൂപ ഞാൻ ഇതിലിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നഷ്ടം സംഭവിക്കില്ല, ലാഭമേ കിട്ടൂ എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് വില കൊടുത്തും, ഈവൻ കയ്യിലില്ലെങ്കിൽ പോലും കടം വാങ്ങിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ചെയ്യും. അതേപോലെ 21 ജന്മം നിങ്ങൾക്ക് എന്താണ് സത്വയുഗത്തിൽ പാവനമായിട്ട് ജീവിക്കാം, അവിടുത്തെ രാജ്യപദവി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഒരു ജന്മം നിങ്ങൾക്ക് എന്താണ് സാക്രിഫൈസ് ചെയ്തുകൂടെ? 20 ജന്മത്തെ പ്രാപ്തിക്ക് വേണ്ടി ഒരു ജന്മം ത്യാഗം ചെയ്യാൻ പറ്റില്ലേ? ചോദിക്കുകയാണ്. ജബർദസ്ത് ലോട്ടറി മിൽത്തി ഹെ ഹംകോ. ഇപ്പോൾ നമുക്ക് കിട്ടിയ ലോട്ടറി എന്ന് പറയുന്നത് ചെറുതല്ല. 1 കോടി 2 കോടി 5 കോടി 10 കോടി ഒന്നുമല്ല, പദമാപദത്തിൻ്റെ ലോട്ടറിയാണ് കിട്ടണത്. എല്ലാ ലോട്ടറിക്കും നമ്പറുണ്ട്. ഇത്ര നമ്പറിന് സ്ഥാപനം പറയാം, ഇന്ന നമ്പർ ലോട്ടറിക്ക് ഭാഗ്യം കുറിയടിച്ചു. അപ്പോൾ അവിടെ നമ്പർ വേണം. എഴുതിയിരിക്കുന്ന ലക്ഷങ്ങളുടെ ആ നമ്പറല്ല വേണ്ടത്. പിന്നെയോ അതിൻ്റെ താഴെ സീരിയൽ നമ്പറുണ്ട്. അതേപോലെ സത്യത്തിൽ സീരിയൽ നമ്പറുണ്ട്. 1 2 3 4 1 ആ നമ്പേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ 1 അടിച്ചാൽ 1 നമ്പർ, സെക്കൻഡ് ലോട്ടറി അടിച്ചാൽ സെക്കൻഡ് നമ്പർ, അങ്ങനെ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? അപ്പോൾ എല്ലാവർക്കും ഒരു നിശ്ചിത നമ്പറുള്ള ലോട്ടറി കിട്ടിയിട്ടുണ്ട്. ആ നമ്പറിലേ നമുക്ക് ആ ലോട്ടറി അടിക്കുള്ളൂ. എടുത്ത നമ്പർ 1, അടിച്ചത് വേറൊന്നാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടുമോ, പൈസ കിട്ടുമോ? ഇല്ല. എൻ്റെ നമ്പറിന് അടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടുള്ളൂ, ലാഭം കിട്ടുള്ളൂ, ഫലം കിട്ടുള്ളൂ. അത് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വളരെ ശക്തിശാലിയായിട്ടുള്ള വളരെ വലിയ മൂല്യമുള്ള ലോട്ടറിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അടിക്കണം. ലോട്ടറി കയ്യിൽ കിട്ടി, ഇനി എന്ത് ചെയ്യണം? നറുക്കെടുപ്പ് ദിവസമുണ്ട്, അന്നേ ഭാഗ്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലോട്ടറി മേടിച്ചെന്ന് കരുതി നമ്മൾ കോടീശ്വരാന്ന് വിചാരിക്കരുത്. തൊക്കുശി ഹൊത്തിഹെ. അതുകൊണ്ട് എപ്പോഴും ഈ ലോട്ടറി കിട്ടി കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാകണം. എനിക്കടിക്കും, എനിക്ക് തന്നെ അടിക്കുള്ളൂ എന്നൊരു സന്തോഷം വേണം. കാരണം ദേവി ദേവതകളൊക്കെ ആരാണ്? പവിത്ര. അപവിത്രസെ പവിത്രപി ബാക്കി ബനായെങ്കിൽ, അപവിത്രമായിട്ടുള്ള മനുഷ്യരെ പവിത്രമാക്കി മാറ്റിയതാരാണ്? ബാബയാണ്. തോ ബതാന ചാഹിയേ ഹംകോ ഇത് ടെംപ്ടേഷൻ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുണ്ട്, ഇങ്ങനെ താല്പര്യമുണ്ട്. കാരണം ബാബ തന്നെയാണ് നമ്മളെ ഇങ്ങനെയാക്കി മാറ്റുന്നത്. ബാബ് ബിഗർത്തോ നൈ ദുനിയ കോയി ബനാന സഖേ. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനൊരു പുതിയ ലോകത്തെ സ്ഥാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ വരുന്ന ദിവസത്തിനെ നമ്മൾ ശിവരാത്രി എന്ന് വിശേഷിപ്പിക്കും. ശിവപകൽ എന്ന് പറയില്ല, പിന്നെയോ രാത്രി എന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഇതും മനസ്സിലാക്കി കൊടുക്കണം ആളുകൾക്ക്. എന്താണ് ജ്ഞാന, ഭക്തി, വൈരാഗ്യം. ഒരു സൃഷ്ടി ചക്രത്തിൻ്റെ പടം വരച്ചൊരു വൃത്തം വരയ്ക്കുമ്പോൾ അതിൽ എത്ര ഭാഗം നമ്മൾ ജ്ഞാനം കാണിക്കണം, എത്ര ഭാഗം ഭക്തി കാണിക്കണം, എത്ര ഭാഗം വൈരാഗ്യം കാണിക്കണം. 3 ഭാഗങ്ങളായിട്ട് ചതുർയുഗത്തെ നമ്മളൊന്ന് ഭാഗിച്ചാൽ ഏതൊക്കെ യുഗത്തിൽ ജ്ഞാനം, ഏതൊക്കെ യുഗത്തിൽ ഭക്തി, ഏത് സ്ഥലത്ത് വൈരാഗ്യം. ജ്ഞാനം ഭക്തി ആദാദായി. അതിൽ ജ്ഞാനവും ഭക്തിയും പപ്പാതിയാണ്. പകുതി പകൽ പകുതി രാത്രി എന്ന് പറയത്തില്ല. പിന്നെ വൈരാഗ്യം അവിടെ കൊണ്ടുവയ്ക്കും. ജ്ഞാനവും ഭക്തിയും പകുതി പറയാൻ വൃത്തം തീർന്നില്ലേ? പിന്നെ ഭക്തിക്ക് പ്രശ്നമില്ല. അവിടെ എവിടെ കൊണ്ട് രേഖപ്പെടുത്തും വൈരാഗ്യത്തിന്? അപ്പോൾ ഭക്തിയിൽ തന്നെ കാണിക്കണം. നമ്മളെങ്ങനെയാണ് കലിയുഗത്തിൻ്റെ അവസാനം സമയമല്ലേ സംഗമം കാണിച്ചിരിക്കുന്നത്? സത്യത്തിലോട്ട് പോയിട്ടില്ല. അവിടുന്ന് 100 വർഷം കടമെടുക്കാതെ കണ്ട് കലിയുഗത്തിൻ്റെ 1250 അവസാനത്തെ 100 ഇങ്ങോട്ട് കടമെടുത്തത്, സംഗമയുഗത്തിലേക്ക് മാറ്റിയത്. അപ്പുറം എടുത്തുകൂടായിരുന്നോ? ഇടത്തുനിന്നാണ് ഇങ്ങോട്ട് കടമെടുത്തത്, വലത്തുനിന്നല്ല. അതുകൊണ്ട് 100% 1250 വർഷം സത്യമുണ്ട്, ത്രേതായുണ്ട്, ദ്വാപരമുണ്ട്. പക്ഷെ കലി വരുമ്പോൾ മാത്രമേയും ചെറിയ വ്യത്യാസം. 1250 100 മാറ്റണം. അല്ല, കുറച്ച് പേർക്ക് വേണ്ടി മാറ്റണം. അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പാണ്, ഒരു 5 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പാണ് ചക്രത്തിൽ കാണിച്ചിട്ടുള്ളത്, വിശ്വഘടികാരത്തിൽ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഭക്തിയും ജ്ഞാനവും വരയ്ക്കുമ്പോൾ തുല്യം വരച്ചു കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം കൊണ്ട് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഭക്തിയുടെ അവസാനത്തെ കുറച്ച് ഭാഗത്തെ നമ്മൾ വൈരാഗ്യത്തിലേക്ക് കടമെടുക്കും. അതാണ് ഭക്തി കെ ബാദ് വൈരാഗ്യം, കലിയുഗ് കെ ബാദ് സത്യുഗ്.
ഇടയ്ക്കൊരു സംഗമയുഗം. അതുപോലെ ഭക്തിക്ക് ബാദ് ജ്ഞാനത്തിന് ശേഷം ഭക്തി, ഭക്തിക്ക് ശേഷം വീണ്ടും ജ്ഞാനം. शांति जग में नानी है, शांति की शक्ति से। शांति जग में नानी है, शांत मन हो तन हो शीतल, शांत मन हो तन हो शीतल। ऐसी दुनिया बनाई है, शांति की शक्ति से। शांति जग में नानी है, शांति की शक्ति से। വാർപ്പം ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. അപ്പം ജ്ഞാനവും ഭക്തിയും പപ്പാതിയാണ്. അപ്പം ഭക്തിക്ക് ശേഷമാണ് വൈരാഗ്യം. അപ്പം നിർജ്ജാനായി നമുക്ക് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഈ ശരീരമാകുന്ന വസ്ത്രത്തെ ഇവിടെ നമുക്ക് അഴിച്ചു വെക്കണം. അതിനുശേഷം പിന്നെ ഈ ചീച്ചി ലോകത്തിലേക്ക് ഇനി വരാനേ പാടില്ല. മീൻസ് വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഇനിയൊരു പുനർജന്മം കലിയുഗത്തിൽ വേണ്ട. ഈ ചീച്ചി ദുനിയാമേ നഹി ലഗ്നായി, ഇവിടെ ഇരിക്കുകയേ വേണ്ട. 44 का चक्र अब पूरा हुआ. ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം ആ കഥ തീരുകയാണ്. ഇനി പോകേണ്ടത് ശാന്തിധാമത്തിലേക്കാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്താണ്, അൽഫക്കി ബാത്ത് നഹീം ഭൂമി. ബാബ ആരാണ്, ഭഗവാൻ ആരാണ്, അൽഫ് എന്താണ്, അതിനെ മറക്കരുത്. എഫി ബച്ചെ സമസ്തേ, ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നു. ഈ പഴയ ലോകം ഇല്ലാതെയാകും. ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുകയാണ്. ബാബ അനേക പ്രാവശ്യം വന്നിട്ട് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തിട്ടുണ്ട്. എത്ര കൽപ്പങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അത്രയും കൽപ്പങ്ങളെല്ലാം ബാബ വന്നിട്ടുണ്ട്. എണ്ണം പറയാൻ പറ്റില്ല. അപ്പോൾ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനം നടക്കുമ്പോൾ സംഭവിക്കണം, നരകത്തിൻ്റെ വിനാശവും നടക്കേണ്ടേ. നരകം എത്ര വലുതാണ്, എത്ര ഭൂഖണ്ഡങ്ങളിലാണ് നരകം വ്യാപിച്ചു കിടക്കുന്നത്. എന്നാൽ സ്വർഗം എത്ര ചെറുതാണ്. നയി ദുനിയാമേ ഏകി ധരം പോത്തായി. ഒരു പുതിയ ലോകം വരുമ്പോൾ അവിടെ അനേക മതങ്ങളൊന്നുമില്ല, ഒറ്റ ധർമ്മമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നോക്കൂ, അനേക ധർമ്മങ്ങൾ. എന്നാൽ ആ ഒരു ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? എന്നാലും ബ്രഹ്മാവ് സ്ഥാപിക്കുന്നില്ല. കാരണം ബ്രഹ്മാവ് പോലും പതീതനാണ്, പിന്നീടാണ് പാവനമാകുന്നത്. എന്നാൽ എന്നെക്കുറിച്ച് മേരേലിയത്തോ നഹിം കഹെങ്കെ പതിതുസോ പാവൻ, പതീതനിൽ നിന്നും പാവനമാകുന്നത് ആത്മാവാണ്. പാവനൻ പതീതനാകുന്നു, അതും ആത്മാവാണ്. എന്ന ബാബ പറയാണ്, എന്നെക്കുറിച്ച്, ശിവബാബറിന് എന്നെക്കുറിച്ച് ആരും ഇങ്ങനെ പറയില്ല. എന്താണ് പതീതസോ പാവൻ, പതീതനിൽ നിന്നും പാവനായി. പിന്നെയോ പതീത പാവന, സോ ഇടയ്ക്കുന്നില്ല, സോ ഇല്ല. പതീത പാവന ചേർത്ത് പറയുമ്പോൾ പതീതരെ പാവനമാക്കി മാറ്റുന്നവൻ. എനിക്ക് സോ വരുമ്പോഴോ പതീതനിൽ നിന്നും പാവനൻ. വ്യത്യാസം കണ്ടല്ലോ. അപ്പം ദേവന്മാരുടെ മഹിമയിൽ പതീസോ പാവൻ എന്ന് പാടുമ്പോൾ ശിവബാബയ്ക്ക് മഹിമ പതീത പാവൻ. ഇടയ്ക്കൊരു ഗ്യാപ്പും ഇല്ല, സോയും ഇല്ല. പാവൻ ഹേ തോ ലക്ഷ്മി നാരായൺ നാം ഹേ. അപ്പം പാവനമാകുമ്പോഴാണ് ഈ പേര് കിട്ടുക, ലക്ഷ്മി നാരായൺ. അപ്പം ബ്രഹ്മാവിൻ്റെ പകൽ ഉണ്ട്, ബ്രഹ്മാവിൻ്റെ രാത്രിയുണ്ട്. ഇത് പ്രജാപിത ബ്രഹ്മാവാണ്. ശിവബാബയെ നമ്മൾ അനാദിയായിട്ടുള്ള ക്രിയേറ്റർ, സൃഷ്ടാവെന്നാണ് പറയുന്നത്. അനാദി എന്നൊരു അക്ഷരം ബാബയെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. അനാദി. മറ്റതിനെ കുറിച്ച് പറയുമ്പോൾ ആദിദേവൻ എന്ന, അനാദിദേവ എന്ന് വിളിക്കാമല്ലോ. ബ്രഹ്മാവിൻ്റെ പേര് ആദിദേവൻ എന്ന, അനാദിദേവൻ എന്നല്ല. അനാദിദേവൻ ആരാ? ശിവബാബയാണ്. ആദിദേവൻ ആരാ? ബ്രഹ്മാസോ വിഷ്ണുവാണ്. കാരണം ആദം എന്ന് ആരെ വിളിക്കുന്നു? ബ്രഹ്മാവിനെ വിളിക്കുന്നു. ആദിയിൽ വന്ന ദേവൻ, അനാദിയില്ല. അനാദി അക്ഷരം, ആ വാക്ക് ശിവബാബയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ബാബ അനാദിയാണ്, അപ്പോൾ ആത്മാക്കളും അനാദിയാണ്, ഈ കളിയും അനാദിയാണ്. ബാബൻ ബനാബനായ ഡ്രാമ, ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായിട്ടുള്ള നാടകം. ഇപ്പം സോ ആത്മാവിന് എന്തൊക്കെയാ? സോ ആത്മാവായ എനിക്ക് സൃഷ്ടിചക്രത്തിൻ്റെ ആദിമധ്യന്തം എന്താണ്, ഡ്യൂറേഷൻ എത്രയാണ്, ഇതിൻ്റെ എല്ലാം അറിവ് കിട്ടി. ഇതാരാണ് നൽകിയത്? എൻ്റെ ബാബ. എത്ര നാളത്തേക്കാണ്? 20 ജന്മത്തേക്ക്. ഈ അറിവെടുക്കുമ്പോൾ നിങ്ങൾ എന്തായി മാറുന്നു?
ധൻ കെ ബൻ ജാത്തെ, ആ ധനിയുടെ ആ ഉടമയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, സമ്പന്നനായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് രാവണ രാജ്യത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരാകും, കുചേലനാകും. കുബേരനായി നിങ്ങൾ പിന്നീട് കുചേലനായിട്ട് മാറും. അതുകൊണ്ട് എഹാംസേഹി ക്യാരക്ടർ ബിഗിടത്തെ വികാർഹേന. ഇവിടെ നമുക്ക് എല്ലാവരും ക്യാരക്ടറൊക്കെ തലതിരിഞ്ഞിരിക്കുകയാണ്, തെറ്റായ സ്വഭാവങ്ങൾ കാണിക്കുകയാണ്. എന്തുകൊണ്ട്? വികാരങ്ങളല്ലേ. അല്ലാതെ ബാബറിന് രണ്ട് ലോകങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെയാണ് ആത്മാക്കളുടെ സ്വഭാവം ക്ഷയിക്കുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ മാറുന്നു, സ്വഭാവം നല്ലതാകുമ്പോൾ ലോകവും നന്നാകുന്നു. അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുക എന്താണ്, സ്വർഗവും നരകവും എല്ലാം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ദുഃഖമുള്ളിടത്തെല്ലാം നരകവും, സുഖമുള്ളിടത്തെല്ലാം സ്വർഗവും. ഒരേ സമയം രാത്രിയും പകലും ഉണ്ടാകുമോ? ഒന്നുകിൽ രാത്രി അല്ലേ പകൽ, രണ്ട് ഒന്നിച്ചിരിക്കില്ലല്ലോ. ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ അസത്യം, രണ്ട് മിക്സ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വിചാരിക്കും, ഇങ്ങനെയാണ് ഇവിടെ തന്നെ ഇപ്പോഴും സ്വർഗമുണ്ട് നരകമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ എത്ര ക്ലിയർ ആയിട്ട് ഈ കാര്യം പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങൾ ഗുപ്തമാണ്. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു, എത്രമാത്രം ആശയക്കുഴപ്പത്തിലുണ്ടാകുന്നു. എന്നാൽ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ക്ലാരിഫിക്കേഷൻ നൽകാൻ സാധ്യമല്ല. തിരിച്ച് നമുക്ക് തെറ്റിദ്ധാരണ വന്ന, മനസ്സ് കുഴഞ്ഞു മറിഞ്ഞു കിടന്ന വിഷയങ്ങളെല്ലാം ബാബ എന്ത് ചെയ്തു, കുരുക്കഴിച്ച് അത് സ്പഷ്ടമാക്കി തന്നു. ചെല്ലി പാടല്ലേ, ഖം കോയി കാം കെ നഹി, ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, ഒരു ഗുണമില്ലേ, ഒരു കഴിവില്ലേ, ഇത് പാടില്ലേ. അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം, അങ്ങ് വന്നിട്ട് പാവനമാക്കി മാറ്റി ഞങ്ങളുടെ സ്വഭാവത്തേക്ക് നല്ലതാക്കി രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ. തുമാരക്കിത്തിനെ കറക്റ്റ് സുധിർത്തേ, എത്രമാത്രം സ്വഭാവമാണ് നിങ്ങൾ ശ്രേഷ്ഠമാക്കി തന്നത്. ബാബൻ എന്നാൽ ചെറുക്കാണെങ്കിലോ നന്നാവും, പിന്നെയും വെച്ച് ചില കുട്ടികളെ പോലെ അമ്മ കുളിപ്പിച്ചൊരുക്കി ഇരുത്തും. അമ്മയുടെ കണ്ണ് വെട്ടുമ്പോൾ നേരെ പോയി മണ്ണിൽ നിന്നിട്ട് ഉള്ള ചെളിയെല്ലാം വരെ നേരത്ത് വെക്കും. വീണ്ടും അമ്മ വെക്കും, വെള്ളത്തിൽ വെക്കും. അമ്മ പോകുമ്പോൾ വീണ്ടും പോയി ചെളിയിൽ ഇറങ്ങും. ചില കുട്ടികൾ അങ്ങനെയാണ്. ബാബ പറഞ്ഞ കൊയ്ക്കേ സുധർത്തേ ബദർത്തേ അവർ ഹീ ബിഗടുത്തേ, നന്നാക്കിക്കൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് അവർ വീണ്ടും ബിഗടുത്തേ, തലതിരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തലതിരിഞ്ഞവരാരാണെന്ന് അത് പറയേണ്ട ആവശ്യമാണ്, ചൂണ്ടിക്കാണിക്കാം. അവന് ചലൻസേ മാലും പെടുത്തായി. വേറെ അങ്ങോട്ട് ആരും പറയാൻ നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിപ്പോൾ, പെരുമാറ്റം നോക്കുമ്പോൾ, സംസാരം കേൾക്കുമ്പോൾ അറിയാം സുധർത്തി ആത്മാവ് ബിഗടുത്തി ആത്മാ എന്ന് കൃത്യമായിട്ടറിയാം. കാര്യം മായയും ഗുപ്തമാണല്ലോ. ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ട് അവരാരാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഇന്ന് അവരെ നമ്മൾ മഹാരഥി, ഹംസം എന്നൊക്കെ വിളിക്കും. ഇവരെ തന്നെ നാളെ നമ്മൾ കൊക്കെന്ന് വിളിക്കേണ്ടി വരും. അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഉദ്ദേശിക്കത്രേ ഉള്ളൂ, എത്ര കൊലകൊമ്പനും അടിത്തെറ്റാൻ അധിക സമയമൊന്നും വേണ്ട. ഗജേന്ദ്രനെ മുതല പിടിക്കാൻ അധിക സമയം എടുത്തില്ലല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് പിടിച്ചില്ലേ. കാരണം മായ ഗുപ്തമാണ്. മുതല വിളിക്കുന്നത് കാണാൻ പറ്റില്ലല്ലോ, അറിയില്ല. അത് വരുമ്പോൾ വെള്ളം പോലും ചലിക്കില്ല, കാരണം അത് വെള്ളത്തിനടിയിൽ കൂടിയാണ് നീന്തി വരിക. കാലെ പിടിക്കുമ്പോഴല്ലാതെ ആരും മുതല വരുന്ന അറിയത്തേയില്ല. നമ്മളത് ജോഗ്രഫി ചാനലോ ആനപ്പനെ വെച്ച് നോക്കി അറിയാൻ പറ്റും. കാണുന്നുണ്ട് അങ്ങനെ മറ്റു മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ മുതല തൊട്ട് പറ്റേ വന്നല്ല അറിയില്ല, ചാടി മൂക്കിന് കയറി പിടുത്തം പിടിക്കുമ്പോഴാണ് അവരറിയുന്നത് മുതലടി വന്ന കാര്യം. അതാണ് മായാഫി ഗുപ്തേ. സൂക്ഷ്മത്തിലാണ് മായ വരിക, പ്രത്യക്ഷത്തിലല്ലാത്തതുകൊണ്ട് പോലും പലപ്പോഴും നമ്മൾ പോലും അതിനെ തിരിച്ചറിയില്ല. ക്രോധ് കോയി ദേഖ്നമേം ദോടേ ഹീ ജാത്തായി. ചിലപ്പോൾ അകത്ത് ക്രോധമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. അവരത് ഭൗ എന്ന് കുറയ്ക്കാൻ തുടങ്ങും. സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അകത്ത് കിടക്കുന്ന സാധനമെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ പറയും, അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്തൊക്കെ വിളിച്ച് പറയുന്നു. ആ ഭൗഭവകരത്തെ കുറയ്ക്കാൻ തുടങ്ങുന്നവർ, അപ്പോൾ അവരുടെ അകത്തുള്ള സാധനം മുഴുവൻ പുറത്ത് വരുമ്പോൾ ദിക്കായിപ്പെടുത്തായി കാണാൻ പറ്റും അവരാരാണ്. ഒരു ആശ്ചര്യസുനന്തി. എന്നിട്ടും എന്താണ്, അവരിതെല്ലാം പറയും. മുരളി ക്ലാസ്സുകളൊക്കെ എടുക്കും, പ്രഭാഷണം ചെയ്യും, എല്ലാ കഥയുടെയും കാണിക്കും. കഥന്തി, അഷ്ടഭാഗന്തി എല്ലാം ചെയ്തിട്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പോലും എന്ത് ചെയ്യും, അവസാനം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അവരൊരു പോക്കങ്ങ് പോകും. ഭഗന്തി കൊച്ചാത്തെ കിത്തന ഗിർത്തെ. നമുക്ക് എത്ര പേരാണ് ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദം പത്തർബൻ ജാത്തെ, ഒറ്റടിക്കാണ് ഒരു കല്ലുപോലെയാകുന്നത്. അതുകൊണ്ടാണ് ബാബ എപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കാര്യം പറയുന്നത്. പലമുള്ളിൽ ബാബ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആരെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കഥ എപ്പോഴും പറയുന്നു. ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഏത് എനർജിയോടും, പോസിറ്റീവ് എനർജിയോ നെഗറ്റീവ് എനർജി
അസുരനോർ ദേവത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാലുന്തോ പഠിക്കി ജാത്തായി ഐസേബിൽ സവാമേ നഹിയാന ചായ. അങ്ങനെയുള്ള ആളുകളെ, ആ ദുർഗന്ധം വമിപ്പിക്കുന്ന ആളുകളെ ഒരിക്കലും സഭയിലേക്ക് കൊണ്ടുവരരുത്. ലോടാ ബഹു ജ്ഞാൻ സുനാകത്തോ സ്വർഗമേക്ക് ആച്ചാത്തെ. അല്പമെങ്കിലും മുരളി കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഗ്യാരണ്ടിയായി അവർ സ്വർഗത്തിൽ വരും. കാരണം അറിവെന്ന് പറയുന്ന ബീജം അവിനാശിയായി പോയില്ലേ. അതുകൊണ്ട് ഇത് കേട്ട ആള് എത്ര മോശക്കാരനായാലും ജ്ഞാനം കേട്ടുപോയി ഒറ്റ കാരണം കൊണ്ട് അവൻ സത്യത്തിൽ വരിക തന്നെ ചെയ്യും. പിന്നെ പദവിയുടെ കാര്യത്തിലാണ് തീരുമാനമാകുന്നത്. ബാബ പറയാണ്, ഞാൻ കുട്ടികളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചിട്ട് ഉയർന്ന പദവിയിൽ എത്തുന്നു. അവർ നിങ്ങൾ ഉയർന്ന പദവിയിൽ എത്തണം. അഥവാ വികാരത്തിലേക്ക് പോയാലോ പദവിയും ഭ്രഷ്ടമാകും. സൂര്യവംശി ചന്ദ്രവംശി ആകണം, പിന്നീട് വൈശ്യവംശി ശൂദ്രവംശിയാകും. ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. ചിലർ പറയും കലിയുഗത്തിന് ഇനിയും 40,000 വർഷം കൂടി ബാക്കിയുണ്ട്. അവരങ്ങനെയാണ് പറയുന്നത്. പടികൾ ഇറങ്ങി താഴേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും ഇറങ്ങണോ പടികൾ? ഇത്ര തന്നെ പടി ഇറങ്ങി മടുത്ത് ഇനിയും ഇറങ്ങണോ? എത്ര 40,000 പടി കൂടി ഇനി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 5000 വർഷത്തിൽ പോലും ഇത്രയൊന്നും നമുക്ക്, ഇത്രയും മനുഷ്യൻ ഒരു 5000 വർഷമായപ്പോൾ ലോക ജനസംഖ്യ ഇത്ര കോടിയായെങ്കിൽ 40,000 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ പലർക്കും ആഹാരം കിട്ടുന്നില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അങ്ങനെ ലോകത്തിൽ എങ്ങനെയാണ് ഇനി മുൻപോട്ട് പോവുക? ബാബ വന്നിട്ട് നമുക്ക് ധൈര്യം പകർന്നു നൽകുകയാണ്. പതീതരായ മനുഷ്യർക്ക് എന്ത് ചെയ്യും? അവർ യുദ്ധം ചെയ്യും. അവർ യുദ്ധം ചെയ്തിട്ടേ ഇരിക്കും. അവരുടെ ബുദ്ധിയൊന്നും ഇങ്ങോട്ട് വരില്ല. അവരുടെ വരുന്ന വഴക്കിടാനാണ്. ഇതിലേക്ക് അവരുടെ ബുദ്ധി വരില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി നോക്കൂ, എത്ര മാറിക്കഴിഞ്ഞു. ഫിർഫി മായ ദോക്ക ജറുദ്ദേത്തി. ഇത്രയൊക്കെ മാറിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മായ പിടിക്കാറില്ലേ, കുഴപ്പം കാണിക്കാറില്ലേ? ഒരു ബാബ പറയാണ്, ഇച്ഛാ മാത്രം അവിദ്യ. ഇച്ഛാ മാത്രം അവിദ്യയാക്കണം. കാരണം ഇച്ഛാക്കിത്തോ ഗായാഹെ. ചില ആഗ്രഹങ്ങളുടെ പുറകെ പോയ കഥ കേട്ടിട്ടില്ലേ? സീതയുടെ കഥ എന്താണ്? ഇച്ഛയുടെ പുറകെ പോയി. വെറും ഒരു തോന്നൽ, ഒരു ചിന്ത വന്നേ ഉള്ളൂ, ഒരു കൊച്ചാഗ്രഹം. പക്ഷെ നടന്ന സംഭവം ഇഫക്റ്റ് എന്തോ വലിയ ഇഫക്റ്റുകൾ സംഭവിച്ചു. അപ്പോൾ ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറകെ പോയപ്പോൾ സംഭവിച്ച നഷ്ടം എന്താണ്? എത്ര വലുതാണ് എന്ന് ബാബ പറയുന്നത്. ബർത്ത് നോട്ടെ പിന്നില്ലാത്ത. അങ്ങനെ ചില ഇച്ഛകളുടെ പുറകെ പോയി കഴിയുമ്പോൾ ചില്ലിക്കാശിന് വിലയില്ലാത്തതായിട്ട് മാറും. വലിയ വലിയ മഹാരഥികളെ പോലും മായ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്നിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഫിർവകദിൽ പർ ചടനകി സക്തി. അങ്ങനെ കുഴപ്പത്തിൽ വീണു പോയാൽ പിന്നെ ഒരിക്കലും അവർക്ക് മറ്റുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കില്ല. തെറ്റ് തിരുത്തിയെങ്കിൽ പോലും ആ കളങ്കമെന്നും കളങ്കമായിട്ട് അവരുടെ പേരിൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഹൃദയത്തിൽ സ്ഥാനം കിട്ടില്ല. ഏതുപോലെ ലൗകികത്തിൽ പോലും ചില മക്കൾക്ക് സ്വന്തം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ പറ്റില്ലല്ലോ. പോയി തൊബച്ചൈസേ ഹോ ജാതി. ചില മക്കളാണെങ്കിലോ അച്ഛനെ തന്നെ വേണേൽ കൊന്നുകളയും. അതിന് യാതൊരു മടിയില്ല. അവർ സ്വന്തം കുടുംബം നശിപ്പിച്ച് കളയും. പരിവാർ ഖതം കർത്തേത്ത്, പരിവാർക്കോ ഖതം കർത്തേത്ത്. സ്വന്തം കുടുംബം പോലെ അവർ നശിപ്പിക്കും. അവരാണ് മഹാൻ പാപാത്മാക്കൾ. ഒന്നും അച്ഛനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, അവർ എത്ര വലിയ പാപം ചെയ്യുക? മഹാൻ, വെറും പാപാത്മാ അല്ല, അവർ മഹാൻ പാപാത്മാ. നോക്കൂ, രാവണൻ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു. അതാണ് ബാബു തുടക്കത്തിലേ പറഞ്ഞു, ബഹൂത്ത് ഡർട്ടി ദുനിയ. നമ്മൾ രാവിലെ അമൃതവേള യോഗം ചെയ്തത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. ബഹൂത്ത് ഡർട്ടി ദുനിയ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉപരാമമായിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ലോകത്തിനോട് ബുദ്ധി, മനസ്സ് വരാൻ പാടില്ല. പവിത്ര ബന്നേക്ക് ബഡി ഹിമ്മത്ത് ചാഹിയെ. അതുകൊണ്ട് പവിത്രമായിട്ട് ജീവിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല, വലിയ ധൈര്യം തന്നെ വേണം. വിശ്വക്കെ ബാദശാഹിക്ക് പ്രൈസ് ലൈനേക്കലി. എന്തിനാണ് ധൈര്യം കാണിക്കേണ്ടത്? വിശ്വത്തിൻ്റെ രാജ്യപദവിയാകുന്ന പ്രൈസ് കിട്ടണമെങ്കിൽ ധൈര്യവും കാണിക്കണം. അത് മാത്രം പോരാ, അതിൽ പവിത്രതയാണ് മുഖ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാബ വന്നിട്ട് പറയുന്നു, പാവൻ പെനോ, പാവനമാകൂ. നമ്മൾ ബാബയോട് പറഞ്ഞു, പാവൻ പെനാവൂ. അങ്ങ് ആക്കാൻ തയ്യാറാണെങ്കിൽ ആകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ഉടമ്പടിയാണ്. അങ്ങ് ഞങ്ങളെ പാവനമാക്കാൻ വന്നാൽ ഞങ്ങൾ പാവനമാകാം. സ്വയം ആകാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ मीठे मीठे सीख लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്കുള്ള മുഖ്യ സാരം,
മായയുടെ കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഇച്ഛാമാത്രം അവിദ്യയായി മാറണം. ഈ ഡേർട്ടി ലോകത്തോട് നിങ്ങൾ മനസ്സ് വയ്ക്കരുത്. പവിത്രതയുടെ മേൽ അല്ലെങ്കിൽ പവിത്രമായതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് ഭാവിക്ക് കൊടുക്കണം. ഏറ്റവും ഉയർന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പവിത്രതയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ വേണം നിങ്ങളെ ശുദ്ധീകരിക്കാൻ. അതിന് തീർച്ചയായിട്ടും പവിത്രമായേ പറ്റും. തൻ്റെ ഏകാഗ്രത അല്ലെങ്കിൽ തൻ്റെ ഏകാഗ്രമായ സ്വരൂപം, ഏകാഗ്രചിത്തത, ഏകാഗ്ര സ്വരൂപത്തിലൂടെ സൂക്ഷ്മശക്തികളുടെ ലീലകളുടെ അനുഭവം ചെയ്യുന്ന അന്തർമുഖി ആയി ഭവിക്കൂ. ഇന്നത്തെ വരദാനം നല്ല രസകരമായ വരദാനമാണ്. ഏകാഗ്രമായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ചിലപ്പോൾ അതിൻ്റെ വയറ്റിലെവിടെയോ ഒരു വെളുത്തി വലി, എവിടെയോ ഒരു വിഷയം നമ്മളത് ശ്രദ്ധിക്കണം, ഫോക്കസ് ചെയ്യണം. നമ്മൾ നമ്മുടെ ബോഡിക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ചലനങ്ങളും അറിയാൻ പറ്റും. പുറത്തും അറിയാൻ പറ്റും, അല്ലെങ്കിൽ അകത്ത് നമുക്ക് സൂക്ഷിച്ചറിയാൻ പറ്റും എവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. അതൊരു പവറിയാണ്. നമ്മുടെ സൂക്ഷ്മശക്തികളുണ്ടല്ലോ, അതിൻ്റെ കളികൾ എന്തൊക്കെയാണ്, എവിടെ കിടന്നത് കളിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഏകാഗ്ര സ്വരൂപത്തിലേക്ക് വരും. മീൻസ് മെഡിറ്റേഷനിലേക്ക് വരും, യോഗത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിലുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ കളി എന്താണ്, ബുദ്ധിയുടെ കളി എന്താണ്, സംസ്കാരം എന്തെല്ലാം കളി കളിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ തൻ്റെ ഏകാഗ്ര സ്വരൂപത്തിലൂടെ സൂക്ഷ്മശക്തികൾ ലീലകളുടെ അനുഭവം ചെയ്യുന്ന അന്തർമുഖിയായി ഭവിക്കൂ. ഏകാഗ്രതയുടെ ആധാരം എന്ന് പറയുന്നത് അന്തർമുഖതയാണ്. ആരാണോ അന്തർമുഖിയായിട്ടുള്ളവർ അവർ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മശക്തികളുടെ കളികൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ അനുഭവം തീർച്ചയായിട്ടും ചെയ്യും. എന്തൊക്കെ കളികളാണ്? പ്രധാനമായും 4 തരത്തിലുള്ള കളികൾ. 1, ആത്മാക്കളെ ആഹ്വാനം ചെയ്യുന്നു. 2, ആത്മാക്കളുമായി രൂഹരിഹാൻ സ്നേഹ സംഭാഷണം നടത്തുന്നു. പിന്നെ ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരങ്ങൾ അതിൻ്റെ പരിവർത്തനം നടത്തുന്നതിൻ്റെ കളി. പിന്നെ ബാബയോട് കണക്ഷൻ വെക്കുന്നതിൻ്റെ, എത്രത്തോളം എൻ്റെ മനസ്സ് ബാബയിൽ കണക്റ്റഡ് ആണ്, ആ കളി എത്രത്തോളം കളിക്കുന്നുണ്ട്. പിന്നെ ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരങ്ങളെ മാറ്റുന്നതിൻ്റെ കളി അത് നടക്കുന്നുണ്ട്. പിന്നെ രൂഹരിഹാൻ സ്നേഹ സംഭാഷണത്തിൻ്റെ കളികൾ അതൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം അറിയണം. ഐസെ रूहों की दुनिया में रूहानी सेवा करने के लिए ഏകാഗ്രത की ശക്തി बढ़ाओ. ആത്മാക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും ആത്മാക്കൾക്ക് സേവ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കളിയെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സർവ വിഘ്നങ്ങളും സമാപ്തമാകും. स्लोगन, सर्व प्राप्तियों को स्वयं में धारण कर विश्व की स्टेज पर प्रत्यक्ष होना ही प्रत्यक्षता के आधार. എന്തെല്ലാം പ്രാപ്തികളുണ്ടോ ആ പ്രാപ്തികളെല്ലാം സ്വയത്തിൽ ധാരണ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വിശ്വമാകുന്ന സ്റ്റേജിൽ വന്ന് പ്രത്യക്ഷമാകണം. അപ്പോൾ നമ്മുടെ ഒരു പാട്ടുണ്ട്, അതെൻ്റെ മനസ്സിലായിരിക്കുന്നു. പക്ഷെ ആ പാട്ട് പാടുന്ന എവിടെ വന്നിട്ടായിരിക്കണം? സ്റ്റേജിൽ വന്ന് പാടണം. അപ്പം എനിക്കറിയാവുന്ന എൻ്റെ മനസ്സിലുള്ള പാട്ട് ധാരാളം പേര് കേൾക്കും, അവരും ആസ്വദിക്കും. അതേപോലെ നമുക്ക് എന്തെല്ലാം പ്രാപ്തികളുണ്ട് ആ പ്രാപ്തികളെല്ലാം സ്വയത്തിൽ ധാരണ ചെയ്ത ശേഷം നാടക സ്റ്റേജിൽ വന്നിട്ട് അത് പ്രത്യക്ഷമാക്കണം. നമ്മുടെ ക്വാളിറ്റീസിനെ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തണം കർമ്മത്തിലൂടെ. അപ്പോൾ പ്രത്യക്ഷതയുടെ പെരുമ്പറമാണ്. അപ്പോൾ പ്രത്യക്ഷാധാരം പ്രത്യക്ഷപ്പെടലാണ്. അതിനു മുമ്പ് എന്ത് വേണം? നമ്മുടെ മേക്കപ്പ് എല്ലാം ശരിയായിരിക്കണം. നമ്മൾ പാട്ടെല്ലാം നന്നായിട്ട് ട്യൂൺ ചെയ്ത് പഠിച്ച് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റേജിലേക്ക് വരാൻ. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാടിയ ആളെ ലോകം അംഗീകരിക്കും. അയാൾ പ്രത്യക്ഷനാകും, പാട്ട് എഴുതിയ ആൾ പ്രത്യക്ഷനാകും, ട്യൂൺ ചെയ്ത ആൾ പ്രത്യക്ഷനാകും, എല്ലാവരും പ്രത്യക്ഷനാകും. ഓം ശാന്തി.
ये